ഒരു ഡ്രീമാണ്. നമുക്ക് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്ലാൻ കമ്മിറ്റഡ് ആണോ? നെഗറ്റീവ് കമന്റ്സ് ഇടാൻ വേണ്ടി ഞങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരേ വൈബായി പറയാണ്ടിരിക്കുന്നതാണ് നല്ലത്. പേടിയായിരുന്നു ഫസ്റ്റ്. കടിയിൽ ക്ലൗഡ് പറഞ്ഞത് കുറച്ച് റൂഡായി പോയോലൊക്കെ നമ്മുടെ ലൈഫിലൊന്നും ചെയ്യൂല. ഇന്റർനാഷണൽ ട്രിപ്പ് ഹാപ്പിനെസിന് ഒരു വില ഉണ്ടാവില്ല. ഒരു സിറ്റുവേഷൻ ഉണ്ടായി. എനിക്കറിയില്ല, നമ്മുടെ ലൈഫിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി. സ്ട്രെസ് ആയി വരുന്നുണ്ട്. 10th സ്റ്റാൻഡേർഡ് എക്സ്പീരിയൻസ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം. ചൈൽഡ്ഹുഡുമായിട്ട് കണക്ട് ചെയ്ത് ഭയങ്കര സങ്കടം, ഒരു അലോൺ ഫീൽ ഉണ്ടായിരുന്നു. ഫാമിലിനെ പറ്റി പറയാം. PSC കോച്ചിങ്ങിന് പോയത്, ഡോക്ടർ ആവണം. വാട്ട് അബൌട്ട് ആര്യ ചേച്ചി? മനസ്സിലാവുന്നില്ല ഒന്നും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. ഇത് വെറും ഒരു ലോങ് വീഡിയോ അല്ല, ഇത് സൂപ്പർ ലോങ് വീഡിയോ ആയിരിക്കും. കാരണം ഇന്ന് നമ്മൾ Q&A ആണ് ചെയ്യുന്നത്. Q&A പറ്റി പറയാനാണെങ്കിൽ സെപ്റ്റംബറിൽ ഒരു Q&A ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. സെപ്റ്റംബറിൽ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ജാനുവരി ആയപ്പോൾ നമുക്ക് 25K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 25K സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് ഒരു Q&A ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഡിസംബർ ലാസ്റ്റ് ആ സമയത്ത് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ജാനുവരിയിലേക്ക് Q&A ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അതും നടന്നില്ല. ഇപ്പോൾ ഫെബ്രുവരി ആയിട്ടുണ്ട്. ഈ ഒരു വർഷം അല്ലെങ്കിൽ 2026 ഞാൻ ഒറ്റ ലോങ് വീഡിയോ പോലും ഇട്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്, Q&A തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഇന്നൊക്കെ ഭയങ്കര ബിസിയാണ്. നാളെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ട്രിപ്പ് പോകുന്നുണ്ട്. അതിൻ്റെ തയ്യാറെടുപ്പൊക്കെ ചെയ്യാനൊരു ടൈമാണിത്. ബട്ട് ഞാൻ വിചാരിച്ചു Q&A ചെയ്യാമെന്ന്. ഇത് എത്ര സമയം എടുക്കും ഈ ഒരു വീഡിയോ എടുക്കാനെന്നൊന്നും എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ ക്വസ്റ്റ്യൻസൊക്കെ ഈ ഒരു ബുക്കിലാക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഐപാഡിലും കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ മൈക്കിന് ചാർജ് എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. കുറേ ആയി ഇത് ചാർജ് ചെയ്യാൻ ഇട്ടിട്ട്. സോ എപ്പോഴാണ് ഇത് ഓഫ് ആവുകയെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഫാസ്റ്റായിട്ട് Q&A ചെയ്യാം. ഓക്കെ, അപ്പോൾ 25K സബ്സ്ക്രൈബേഴ്സിൽ ചെയ്യാമെന്ന് വിചാരിച്ച വീഡിയോ ഇപ്പം നമുക്ക് 30K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 30K സബ്സ്ക്രൈബേഴ്സ് ആവുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്കിപ്പോഴും ഒരു ഡ്രീമാണ്. ലൈക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് തന്നെ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്രേറ്റ്ഫുൾ. നമ്മളിന്ന് കേക്ക് മുറിക്കുന്നുണ്ട്. വെറും Q&A ആണെങ്കിൽ എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. ഞാൻ ഈ ഒരു Q&Aയിൽ കേക്ക് കട്ട് ചെയ്യണം. നമ്മൾ 2K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 25K ആയപ്പോൾ കേക്ക് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. പക്ഷെ എനിക്ക് Q&A ചെയ്യുമ്പം കേക്കും കൂടെ കട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഞാനൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൾസോ സ്ട്രോബെറീസൊക്കെ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ സ്ട്രോബെറീസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം കേക്ക് കട്ട് ചെയ്യാം. കേക്ക് കട്ട് ചെയ്തിട്ട് ബാക്കിയൊക്കെ ചെയ്യാം. ഞാൻ എന്തായാലും കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വരാം. ഇതാണ് നമ്മുടെ കേക്ക്. ലുക്ക് അറ്റ് ദിസ് ഗൈസ്. സ്ട്രോബെറി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. തംബ്നെയിലിന് വേണ്ടിയിട്ട് കുറച്ച് പിക്ചേഴ്സ് എടുക്കാം. പിക്ചേഴ്സ് അല്ല, വീഡിയോ ആയിട്ട് തന്നെ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എങ്ങാനും എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ പിക്ചേഴ്സ് ഒന്നും എടുക്കാനുള്ളൊരു ടൈം എനിക്കില്ല. ഓക്കെ, നമുക്ക് എന്തായാലും പിക്ചേഴ്സിന് വേണ്ടി ഞാൻ കുറച്ച് പോസ് ചെയ്യാം. ഇങ്ങനെ വെച്ചാൽ പോരാലോ, നമുക്ക് ക്യാൻഡിലുണ്ട്. ക്യാൻഡിലും കൂടെ നമുക്ക് വെച്ചിട്ട് വീഡിയോ എടുക്കാം. ഇതാണ് നമ്മുടെ കേക്ക്. ഞാൻ ക്യാൻഡിലൊക്കെ കുത്തിയിട്ടുണ്ട്. കൊള്ളാം. ഇവിടുന്ന് കട്ട് ചെയ്യാം അല്ലേ. കഴിഞ്ഞ 2K ആയപ്പോഴും ചോക്ലേറ്റ് കേക്ക് തന്നെ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. ചോക്ലേറ്റ് കേക്ക് തന്നെയാണ്. ഇപ്രാവശ്യം ചോക്ലേറ്റ് കേക്ക് തന്നെയാണ്.
സോ നമ്മൾ കേക്ക് മുറിച്ചിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു കേക്ക് സെറ്റാവാനും മുറിക്കാനൊക്കെ ഉള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു Q&A ഇത്രയും നീണ്ടുപോയത്. എനിക്ക് ഇങ്ങനത്തെ ഒരു വൈബിലുള്ള ഒരു പിൻട്രസ്റ്റി ആയിട്ടുള്ള കേക്ക് കട്ട് ചെയ്യാൻ വേണം. ഒരു ടൈമിൽ ഇത് എന്തായാലും ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്ത് സ്ട്രോബെറി കിട്ടാനില്ല. അതിൻ്റെ 2 ദിവസം മുന്നേ വരെ സ്ട്രോബെറി കണ്ടിരുന്നു. പക്ഷേങ്കിൽ പിന്നെ ഞാനിത് ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പാകുമ്പോഴേക്കും സ്ട്രോബെറി കാണാനില്ല. ഇങ്ങനെ സ്ട്രോബെറിയും കിട്ടി. നമ്മൾ 30K സബ്സ്ക്രൈബേഴ്സും ആയി. നല്ല ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ടൈപ്പ് ഓഫ് കേക്കും ഉണ്ടാക്കാൻ പറ്റി. കണ്ടോ ഗൈസ്, നല്ല ഭംഗിയില്ലേ? എനിക്ക് ഇഷ്ടമായി. ഞാൻ ഉള്ളിൽ ഇങ്ങനെ, ഞാനല്ല, അമ്മയാണ് ഉണ്ടാക്കി തന്നത്. അത് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. ആൻഡ് ഉള്ളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ മനസ്സിൽ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് ആ ഒരു വൈബ് തന്നെ കിട്ടിയിട്ടുണ്ട്. ചോക്ലേറ്റ് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, പിന്നെ പാർട്ടീഷൻ്റെ ആ ഒരു പോർഷനിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ ലെയറും വരുന്നുണ്ട്, പിന്നെ ക്രീമിൻ്റെ ലെയറും വരുന്നുണ്ട്. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കേക്കാണ്, പക്ഷെ തരാൻ പറ്റൂല. എന്തായാലും നമുക്ക് കേക്ക് കഴിച്ചു നോക്കാം. ഞാൻ കഴിച്ചിട്ടില്ല, നമുക്ക് കേക്ക് എന്തായാലും കഴിച്ചു നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ഇനി നമുക്ക് Q&A ചെയ്യണം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഈ ഒരു നോട്ട്ബുക്കിലാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഐപാഡിലായിട്ടും കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പറ്റുന്ന പോലെയൊക്കെ ഞാൻ കുറേ ക്വസ്റ്റ്യൻസൊക്കെ എഴുതി വെച്ചു. അതൊക്കെ കവർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് Q&A സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വീഡിയോ എത്ര സമയം ഉണ്ടാവും എന്നറിയില്ല. അതുപോലെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാവാനായിട്ടുണ്ട്. ഞാൻ ഇന്ന് കുറേയൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കുറേയൊക്കെ ക്ലിയർ ചെയ്തു. പിന്നെ മൈക്കിൻ്റെ ചാർജ് ആണെങ്കിലും എപ്പം നിൽക്കുന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് കുറേ ഇൻട്രൊഡക്ഷൻ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. പുതിയ പേരൊക്കെ എൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്, സ്ഥലം ചോദിച്ചിട്ടുണ്ട്, വയസ്സ് ചോദിച്ചിട്ടുണ്ട്, പിന്നെ എന്താ പറയുക, അങ്ങനെ ഫാമിലീനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ പറ്റി തന്നെ പറയാം. എൻ്റെ പേര് സ്നേഹ എന്നാണ്. എനിക്കിപ്പം 23 വയസ്സാണ്. പ്ലേസ് ചോദിക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ മേപ്പയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഒരു കുഞ്ഞു സ്ഥലമാണ്. എക്സാക്റ്റ് മേപ്പയൂരല്ല, ഞാൻ അവിടുത്തെ കുറച്ചുകൂടെ മാറിയിട്ടുള്ള ഒരു സ്ഥലത്താണ് എൻ്റെ വീട്. ഫാമിലീനെ പറ്റി പറയാനാണെങ്കിൽ അച്ഛൻ, അമ്മ, ഞാൻ, പിന്നെ വീട്ടിൽ അച്ഛമ്മയുണ്ട്, അമ്മമ്മയുണ്ട്. സിബ്ലിങ്സ് ആരുമില്ല, ഞാൻ സിംഗിൾ ചൈൽഡാണ്. കുറേ പേര് സിബ്ലിങ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് കുറേ പേര് ചോദിച്ചത് കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പം ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞു. പിന്നെ +1 +2 സയൻസാണ് എടുത്തത്, ബയോളജി സയൻസാണ് എടുത്തത്. ഹയർ സെക്കൻഡറി കഴിഞ്ഞപ്പോൾ ഡിഗ്രി എടുത്തു. ഡിഗ്രിക്ക് ഞാൻ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറാണ് ചൂസ് ചെയ്തത്. എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ സമയത്ത് സയൻസാണ് എടുത്തതെങ്കിലും എനിക്ക് ഇംഗ്ലീഷ് ചൂസ് ചെയ്ത് പോകാനായിരുന്നു താല്പര്യം. അങ്ങനെ ഇംഗ്ലീഷ് എടുത്തു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എന്തിനു പോകണമെന്ന് മനസ്സിലായില്ല. ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ PGക്ക് പോകണോ അല്ലെങ്കിൽ എന്താ ഇപ്പം ചെയ്യുക, അങ്ങനെ ഒരു കൺഫ്യൂഷനായ സമയത്ത് ഞാൻ 1 ഇയർ ഗ്യാപ്പ് എടുത്തു. ആ ഒരു സമയത്ത് വെറുതെ ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് PSC കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു PSC കോച്ചിങ്ങിന് പോയ സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. മേ ബി ഞാൻ PG ഒക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ ചിലപ്പം ഞാൻ യൂട്യൂബ് ചാനലൊന്നും സ്റ്റാർട്ട് ചെയ്യൂല. സോ ഞാൻ ഒരു ഗ്യാപ്പ് ഇയർ എടുത്തത് ഇങ്ങനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. അപ്പം ആ ഒരു 1 ഇയർ ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പം ചെയ്യുന്നത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മൾട്ടിമീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്ലോമ കോഴ്സാണ്. ഡിപ്ലോമ എന്ന് പറയുമ്പം ലൈക്ക് ഒരു 1.5 ഇയർ ഉണ്ട്. ഇപ്പോൾ ഒരു 7 months ഒക്കെ ആയി, 6 to 7 months ഒക്കെ ആയി കോഴ്സിന് ജോയിൻ ചെയ്തിട്ട്. ഇനിയും കോഴ്സ് കംപ്ലീറ്റ് ആവാൻ ഇനിയും ടൈമുണ്ട്. സോ ഞാൻ കറൻ്റ്ലി ആ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹോസ്റ്റലിലേക്കൊന്നും മാറി നിന്ന് ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. ഡിഗ്രി ആണെങ്കിലും ഇവിടെ അടുത്തുള്ള ഒരു കോളേജിലാണ് ജോയിൻ ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പം പഠിക്കുന്ന കോഴ്സാണെങ്കിലും അടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ്. വീട്ടിൽ നിന്ന് പോയി വരുന്ന രീതിക്കുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെയാണ്. ലൈക്ക് 2 ബസ്സൊക്കെ കയറാനുണ്ട്. എന്നാലും രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഒരു 1.5 hour കൊണ്ടൊക്കെ വീട്ടിലേക്കൊക്കെ എത്താൻ പറ്റുന്ന രീതിക്കാണ് ഇപ്പം ഉള്ളത്.
അതൊക്കെയാണ് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിക്ക് ഉള്ള ക്വസ്റ്റ്യൻസ്. ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഞാൻ. ഇനി നമുക്ക് മെയിനായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ നോക്കാം. നെക്സ്റ്റ്, അബൌട്ട് മൈ ഫ്രണ്ട്സിന് നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ കുറേ ആയി വീഡിയോസിലൊന്നും ഇല്ലാത്തത്, ലൈക്ക് ഞങ്ങളിപ്പോൾ കുറേ ആയി കണ്ടിട്ട്. അപ്പം എനിക്ക് മെയിനായിട്ട് 4 ഫ്രണ്ട്സാണുള്ളത്. അവർ ഡിഗ്രി, ഞങ്ങൾ ആക്ച്വലി ഹൈസ്കൂൾ മുതലേ ഒരേ സ്കൂളിലാണ്, വേറെ വേറെ ഡിവിഷനാണ്. പക്ഷേ തമ്മിലറിയാന്ന് പറയുമ്പം എല്ലാവരുമായിട്ട് എനിക്ക് പരിചയമുണ്ട്, പക്ഷെ അവരൊക്കെ അത്രയും പരിചയമില്ല. പക്ഷെ ഞാനുമായിട്ട് ഒരാളൊഴികെ ബാക്കി എല്ലാവരുമായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ട്. അങ്ങനെ ഡിഗ്രിക്ക് കോളേജിലെത്തിയ സമയത്ത് ലൈക്ക് ഞാനും അൻഷിക എന്ന് പറയും, അൻഷിയും ഒരു ക്ലാസ്സിലാണ്. ഞങ്ങൾക്ക് ആദ്യം അറിയാം ഞങ്ങൾ എന്താ പറയുക ഈ കോളേജിലാണ്, ഞങ്ങൾക്ക് 2 പേർക്കും എവിടെയാണ് കിട്ടിയെന്നൊക്കെ അറിയാം. ലൈക്ക് ഞങ്ങൾ അങ്ങനെ ഫ്രണ്ട്സൊന്നും അല്ലെങ്കിലും ഞങ്ങളെന്തോ എനിക്ക് ഈ കോളേജിലാണ് കിട്ടിയതെന്നൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് 2 ഒരേ ക്ലാസ്സിലാണെന്നൊക്കെ അറിയാം. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഡേ പോയി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അരണ്യ വന്നു. അപ്പം ഞങ്ങൾ 3 പേരായി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഈവ വന്നു. ഞങ്ങൾ പാപ്പീന്നാണ് വിളിക്കുക. ഈവ വന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വൃന്ദ വന്നു. അങ്ങനെ ഞങ്ങൾ 5 പേരായി. അപ്പം പിന്നെ ഞങ്ങളങ്ങനെ ഫ്രണ്ട്സ് ആവുന്ന രീതിക്ക് അങ്ങനെയൊന്നും ഫ്രണ്ട്സ് ആവണം എന്നുള്ള രീതിക്ക് അങ്ങനെ ഇതൊന്നുമില്ല. ഞാനിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയില്ല. കാരണം ഞങ്ങൾക്ക് ഹൈസ്കൂൾ മുതലേ അറിയാം, ഒരേ സ്കൂളിലാണ്. അപ്പം ഇവിടുന്ന് ഞങ്ങളൊരു ഗ്യാങ് ആയി 5 പേരും. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഒരു ഫ്രണ്ട്സ് ആയത്. അത്ര തന്നെ, ഞങ്ങൾ ഒരേ വൈബായി. ഇപ്പോഴും ഞങ്ങൾ പറയുമ്പം ഞങ്ങൾ എപ്പോഴും പറയും, നമ്മൾ ഫ്രണ്ട്സ് ആയത് നന്നായി അങ്ങനെ പറയും. കാരണം ഡിഗ്രി കഴിഞ്ഞിട്ടും ഞങ്ങൾ ടച്ച് വിട്ടിട്ടില്ല. ഞങ്ങൾ ചാൻസ് കിട്ടുമ്പോൾ ഒക്കെ മീറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറേ ആയി മീറ്റ് ചെയ്തിട്ട്, ബട്ട് സ്റ്റിൽ ഞങ്ങൾ എപ്പോഴും ചാറ്റ് ചെയ്യും, വീഡിയോ കോൾ ചെയ്യും. അപ്പം ഞങ്ങൾ ആ ഒരു കണക്ഷൻ ഇതുവരെ വിട്ടിട്ടില്ല. അതുപോലെ തന്നെ സ്ലീപ്പ് ഓവറിനൊക്കെ വരാറുണ്ട്. അയ്യോ, സംസാരിച്ചിട്ട് ശ്വാസം കിട്ടുന്നില്ല. സ്ലീപ്പ് ഓവർ, സ്റ്റേ ഓവർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഒക്കെ ചായ കുടിക്കാനൊക്കെ പോകാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. സോ എൻ്റെ ലൈഫിൽ സംഭവിച്ച ഏറ്റവും ബെസ്റ്റ് കാര്യമാണ് ഈ ഒരു ഫ്രണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ആയത്, അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട് ഗ്രൂപ്പിൽ ആയത്. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിചാരിക്കും, ഇപ്പോൾ വേറെ ഫ്രണ്ട് ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും, ലൈക്ക് മേ ബി നല്ലതായിരിക്കും, എന്നാലും ഈ ഒരു ഫ്രണ്ട് ഗ്രൂപ്പ് അല്ലാണ്ട് വേറൊരു ഫ്രണ്ട് ഗ്രൂപ്പിലാണെങ്കിൽ അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കും. കാരണം ഞങ്ങൾ ഏകദേശം കുറച്ച് അടുത്താണ് വീട് വരുന്നത്. അടുത്ത് മീൻസ് അത്ര അടുത്തല്ലെങ്കിലും കണക്ട് ചെയ്ത് കുറച്ച് അടുത്താണ്. അപ്പം ഇങ്ങനെ അടുത്തായതുകൊണ്ടാണ് എന്നാലും ഞങ്ങൾ മീറ്റ് ചെയ്ത് പോകുന്നത്. സോ ഇത്രയൊക്കെയാണ് എനിക്ക് ഫ്രണ്ട്സിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഫ്രണ്ട്സിനെ. ഞാൻ പറ്റുമെങ്കിൽ എല്ലാവരെയും ഫോട്ടോ ഇങ്ങനെ കാണിക്കാം. 1 2 3 4. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഇൻസ്പിറേഷൻ എവിടുന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയത് എവിടുന്നാണ് എനിക്ക് അറിയില്ല. ഞാൻ യൂട്യൂബ് ചാനൽ പലതും കാണാറുണ്ട്, പക്ഷെ അപ്പോഴൊന്നും ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യണം, അങ്ങനത്തെ ഒരു തോട്ടൊന്നും എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഞാൻ ഈ ഒരു ഐഫോൺ 13 Pro ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഐഫോൺ എടുത്ത സമയത്തായാലും എനിക്കിങ്ങനെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം ആ ഒരു ചിന്താഗതിയൊന്നുമില്ല. ഞാൻ വീഡിയോസൊക്കെ എടുക്കും, പിന്നെ വെറുതെ വ്ളോഗ്, ഞാനൊരു സമയത്ത് ഇങ്ങനെ ഇരുന്ന് വ്ളോഗ് കാണും. അപ്പോൾ വ്ളോഗ് കണ്ട് നമുക്ക് അങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ളൊരു തോട്ട് വരും. പക്ഷേ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നല്ല, പക്ഷേ വ്ളോഗ് കൈൻഡ് ഓഫ് വീഡിയോ എടുക്കണം എന്നുള്ളൊരു തോട്ട് വരും. അങ്ങനെ ഞാൻ വെറുതെ റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് അത് വീഡിയോ എഡിറ്റ് ചെയ്യും, എന്നിട്ട് ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലിടും. ഫ്രണ്ട്സ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, ലൈക്ക് വാവ് ഒരു യൂട്യൂബ് വൈബ് ഉണ്ട് എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്തിടുമ്പോൾ അവരിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുമ്പം എപ്പോഴാണെന്നറിയില്ല, എപ്പോഴോ എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരു തോട്ട് വന്നു. അങ്ങനെ ഞാനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു ചാനലല്ല, വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ കോളേജിൽ പോയാലും എപ്പോഴും വീഡിയോസൊക്കെ എടുക്കും. അപ്പം ഒരു ദിവസം ഞങ്ങളൊരു പിക്നിക്ക് പോലെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ ഹൊറിസോണ്ടലായിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പം അതൊരു 2 minutes ഉള്ള വീഡിയോ ആയി. ലൈക്ക് ഇതൊക്കെ പുറത്തുനിന്നൊക്കെ പക്ഷികളുടെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം, പ്ലീസ് ഡോണ്ട് മൈൻഡ്. ഞാൻ വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ള, കാരണം ഇപ്പം നല്ല ചൂടാണ്. ഒക്കെ അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ ആകെ പ്രശ്നമാവും. സോ പ്ലീസ് ഡോണ്ട് മൈൻഡ്. ഞാൻ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്?
ആ അതൊരു 2 മിനിറ്റ്സുള്ള വീഡിയോ ഒക്കെ ആയി. 2 മിനിറ്റ്സ് ടു 3 മിനിറ്റ്സ് ഒക്കെ ഉള്ളൊരു വീഡിയോ ആയി. അപ്പോൾ 2 മിനിറ്റ്സ് 3 മിനിറ്റ്സ് എന്നൊക്കെ പറയുമ്പം അതൊരു ലോങ് വീഡിയോ ആണ്. എനിക്ക് ഇപ്പോഴാണ് നമ്മൾ 15 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഒക്കെ ഉള്ള വീഡിയോ ഇതിലിടാൻ തുടങ്ങിയത്. അപ്പം ആ ഒരു സമയത്ത് 2 മിനിറ്റ്സ് ഉള്ള വീഡിയോ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ലോങ് കോണ്ടൻ്റ് ആണ്. സോ അതൊരു വോയിസ് ഓവറൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഒരു ക്ലിപ്സൊക്കെ ജോയിൻ ചെയ്ത് സബ് ടൈറ്റിൽസൊക്കെ ആഡ് ചെയ്തിട്ട് ഞാനത് ആ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തു. ദേ വർ സോ ഹാപ്പി. ഞങ്ങളങ്ങനെ ഫേസ് ഒന്നും കാണിച്ച് അങ്ങനെയല്ല, ലൈക്ക് ഒരു എസ്തെറ്റിക് കോണ്ടൻറ്റ് ഉണ്ടാവില്ലേ, ആ ഒരു രീതിക്ക് ഇട്ടു. പിന്നെ ഞാൻ വേറെന്തോ ഒരു വ്ളോഗും കൂടെ ഇട്ടു. വ്ളോഗല്ല, ഞാനിങ്ങനെ വീഡിയോ ഡയറി പോലെ ചെയ്തു വെച്ചു. ലൈക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ മാസം നടന്ന സംഭവങ്ങളൊക്കെ ഒരു ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചതൊക്കെ വെറുതെ പോസ്റ്റ് ചെയ്തു. കാരണം എനിക്ക് പിന്നെ ഇത് എടുത്തു നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. റീച്ച് ആവണമെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇത് എടുത്തു നോക്കുമ്പോൾ നല്ല രസമല്ലേ. കോളേജ് ടൈമിൽ ആ ഒരു സമയത്ത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്തു, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പിന്നെ കാണുമ്പോൾ ഒരു സുഖമല്ലേന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ചാനലിൽ അത് അപ്ലോഡ് ചെയ്തത്. പിന്നെ ഞാനങ്ങനെ നോക്കിയൊന്നുമില്ല ചാനൽ, കാരണം നമ്മൾ എന്താ പറയുക, അങ്ങനെ ആഗ്രഹിച്ചെടുത്ത അങ്ങനത്തെ ഒന്നും അല്ലല്ലോ, ഞാനിങ്ങനെ വിട്ടു. പിന്നെ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് തീരെ എനിക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിക്ക് തുടങ്ങിയതല്ല. ഞാൻ കഴിഞ്ഞ Q&Aയിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, എൻ്റെ 21st ബർത്ത്ഡേ, 21st അല്ലേ, 22nd ബർത്ത്ഡേ ആയിരുന്നു അന്ന് ഞാൻ വെറുതെ ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഹൊറിസോണ്ടലായിട്ട് തന്നെ വീഡിയോ എടുത്തപ്പം ലൈക്ക് നല്ല ഒരു എസ്തെറ്റിക് മയം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇതെന്നാലൊന്ന് അപ്ലോഡ് ചെയ്താലോ, ഇനിയുള്ള 1 ഇയർ എങ്ങനെയുണ്ട് എന്നൊക്കെ വെറുതെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്താലോ. കാരണം ഒന്നാമത് ഞാൻ PSC കോച്ചിങ്ങിന് പോവുകയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു അങ്ങനെ ഒരു കരിയറിലേക്ക് എത്തുന്ന ഞാൻ ലൈക്ക് എനിക്കൊരു ജോബ് അതിനെക്കൊണ്ട് കിട്ടുമോയെന്നൊന്നും എനിക്കൊരു ഉറപ്പില്ല. കാരണം ഡിഗ്രി കഴിഞ്ഞിട്ട് എന്തിനു പോകണമെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് എടുത്തതാണല്ലോ. അപ്പം ഞാൻ വേറൊരു കോഴ്സിലേക്ക് പോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. സോ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് ഫ്രീ ആണ്, നമുക്ക് ഒരു വെറുതെ ഇപ്പോഴത്തെ ഒരു 1 ഇയർ എങ്ങനെയുണ്ട് എന്നൊക്കെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടാൽ പിന്നെ എടുത്ത് നോക്കുമ്പോൾ ഒരു രസമല്ലേ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഫസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഒരു വ്ളോഗ് ടൈപ്പ് ഓഫ് ചെയ്തു, എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പം തന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞൊരു 5 ഡേയ്സിന് കേട്ടോ, 5 ഡേയ്സിനുള്ളപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഒരു ന്യൂ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ വെറുതെ ഇട്ട് നോക്കാം. അപ്പം തന്നെ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തു. കുറേ സമയം ഇരുന്ന് റീതിങ്ക് ചെയ്തില്ല, മനസ്സിലാ തോട്ട് വന്ന് അപ്പം തന്നെ ഞാൻ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി പോസ്റ്റ് ചെയ്തു, ലൈക്ക് പ്രൈവറ്റായിട്ട് അപ്ലോഡ് ചെയ്തു. പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞത്. അതിന് ശേഷം എന്ന് പറയുമ്പോൾ അന്ന് തന്നെ വൈകുന്നേരം ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞു, എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം ഒന്നാമത്തെ കാര്യം, എനിക്ക് വോയിസ് ഓവർ കൊടുത്ത് ചെയ്യാനുള്ള ഒരു ലൈക്ക് ആരും കാണുമൊന്നുമില്ല, എനിക്ക് വേണ്ടി തന്നെയാണല്ലോ ഇത് അപ്ലോഡ് ചെയ്യുന്നത്, അപ്പോൾ ആരും കാണൂല. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് എടുത്തു നോക്കുമ്പോൾ വോയിസ് ഓവറും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വോയിസ് ഓവറും കൂടെ കൊടുത്തിട്ടാണ് ചെയ്തത്. ഒന്നാമത് ആ സമയത്ത് എനിക്ക് തീരെ സുഖമില്ല, ലൈക്ക് ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട്, ജലദോഷം ഉണ്ടെങ്കിലും വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ സൗണ്ട് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ടാണ് അന്ന് ആ വീഡിയോ ചെയ്തത്. അപ്പം വോയിസ് ഓവർ അതുമാത്രമല്ല, ഇതിൽ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇവിടുത്തെ സ്ലാങ് അല്ലെങ്കിൽ എൻ്റെ സ്ലാങ് കുറച്ച് എന്താ പറയുക, കോഴിക്കോടല്ല, ഈ വടകര കൊയിലാണ്ടി ഒക്കെ ഉള്ളവർക്ക് അറിയാം, പേരാമ്പ്ര ഉള്ളവർക്ക് അറിയാം, നമ്മുടെ സ്ലാങ് ഇങ്ങനെയൊന്നുമല്ല. നമ്മുടേതൊന്നും ഞങ്ങൾ പറയൂല. ഓക്കെ, അപ്പം ഇങ്ങനത്തെ വേർഡ്സൊന്നും അല്ല ഞങ്ങൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പം ആ ഒരു ഇതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചൊരു ഇതാക്കി പറയണമല്ലോ, ആൾക്കാർ കണ്ടില്ലെങ്കിലും നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുമ്പം കുറച്ചൊരു ഇത് വേണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആക്കി പറഞ്ഞു. കുറച്ച് സ്ലോ ആയിട്ടാണ് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി സംസാരിക്കുന്ന രീതിക്ക് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സ്പീഡിൽ വേർഡ്സ് കിട്ടും. നമ്മുടെ സ്ലാങ്ങിൽ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുമ്പം അതൊരെന്തോ രസം ഉണ്ടാവോ അങ്ങനെ ഇതൊക്കെ തോന്നിയപ്പം ഞാൻ കുറച്ചും സ്ലോ ആയിട്ടൊക്കെയാണ് ആ സമയത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തപ്പം ലൈക്ക് അങ്ങനെ വോയിസ് ഓവറൊക്കെ കൊടുത്തത് ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തപ്പം അവർക്കും ഭയങ്കര സന്തോഷമായി. അവരും ഭയങ്കര എന്താ പറയുക, നല്ല രസമുണ്ട്, നല്ല എഡിറ്റിങ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും കുറച്ച് മോട്ടിവേറ്റഡ് ആയി. ആ ഒരു സമയത്ത് അവർ ചിലപ്പം അയ്യേ ഇതെന്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഞാൻ പിന്നെ വീഡിയോ ഇടൂല. ഞാൻ പിന്നെ എന്താ പറയുക, എനിക്ക് പിന്നെ വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. ആ സമയത്ത് അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടു. പിന്നെ വീട്ടിൽ അമ്മേനോട് പറഞ്ഞു, അമ്മയും ഭയങ്കര സപ്പോർട്ടാണ്. അച്ഛനോടും ലൈക്ക് വീട്ടിലെന്ന് പറയുമ്പം വീട്ടിലുള്ളവരോട് ലൈക്ക് വീട്ടിൽ താമസിക്കുന്നവരോട് മാത്രം പറഞ്ഞു, അല്ലാണ്ട് വേറെ റിലേറ്റീവ്സിനോടൊന്നും ഞാൻ പറഞ്ഞില്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ പറയാറില്ല എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് എന്ന്. അങ്ങനെ പറയില്ല, എനിക്കങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല. അമ്മയാണെങ്കിലും ഞാൻ യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് അവരോട് പറയട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും വേണ്ട അമ്മയെ പറയണ്ട, അങ്ങനെ പറയും. എനിക്കെന്തോ പറയുന്നത് ഇഷ്ടമല്ല. പക്ഷെ എന്നാലും ഇപ്പം ഞാൻ ചെറുതായിട്ടൊരു ഇത് പറയുന്നുണ്ട്. ലൈക്ക് എനിക്ക് കുറച്ച് പറയുന്നതിന് ഇപ്പം എന്താണെന്നുള്ളൊരു തോട്ട് ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിലും ചില സമയത്ത് പറയണ്ടെന്ന് തോന്നും. അങ്ങനൊരു ലൈക്ക് പറയണം പറയണ്ട അങ്ങനത്തെ രീതിക്കാണുള്ളത്. പക്ഷേ എന്നാലും എൻ്റെ ഒരു 3rd വീഡിയോ അത്യാവശ്യം ഒന്ന് വൈറൽ ഇൻ ദ സെൻസ് അതുവരെ കുറച്ച് വ്യൂസൊക്കെ ഉള്ളൂ. മറ്റേത് ഒരു 1 day കൊണ്ട് 1K വ്യൂസായി. അപ്പം ആ ഒരു വീഡിയോ കണ്ടിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സ് കയറാൻ തുടങ്ങി. അതുപോലെ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഇത് നിൻ്റെ യൂട്യൂബ് ചാനലിലേ എന്നൊക്കെ ചോദിച്ചിട്ടും ടെക്സ്റ്റ് ചെയ്ത് തുടങ്ങി. അങ്ങനെയൊക്കെ കുറച്ചൊരു ഫേമസ് ഇൻ ദ സെൻസ് അങ്ങനെ ഫേമസ് ആയി എന്നല്ല, പക്ഷേ കുറച്ച് പേരൊക്കെ അറിഞ്ഞു തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ ഒരു ചാനലിൻ്റെ ഗ്രോത്ത്. ആകെ എനിക്കറിയില്ല, ഇത് തന്നെ 10 മിനിറ്റ്സ്, ഏകദേശം 10 മിനിറ്റ്സോളം ഞാൻ പറഞ്ഞു. ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, സോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ലൈക്ക് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്യാമറേൻ്റെ ഫ്രണ്ടിൽ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് മൈക്കൊക്കെ പിടിച്ച് സംസാരിക്കുന്നത്. കാരണം ഞാനിങ്ങനെ ഈ വീഡിയോസിലാണെങ്കിലും ഫോട്ടോസിലാണെങ്കിലും ഒന്നും ഇങ്ങനെ ഇരുന്ന് ക്യാമറ ഫേസ് ചെയ്യാത്ത ഒരാളാണ്. അത് ഞാനിങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അയ്യോ ഞാനോ, അങ്ങനത്തെ ഒരു തോട്ടാണ്. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു യൂട്യൂബിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിനെ പറ്റിയൊക്കെ എനിക്ക് പറയാനുള്ളത്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പെട്ടെന്ന് പോയാൽ മാത്രമേ തീരുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സീക്രട്ട് സ്റ്റാറി നൈറ്റ് എന്ന നെയിം എവിടുന്നാണ് കിട്ടിയത്? ആക്ച്വലി എനിക്ക് യൂട്യൂബ് ചാനലിൽ ഉണ്ടാവുന്നതിൻ്റെ മുന്നേ ഈ ഒരു പേരിൽ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി. ലൈക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിന് മുന്നേ ഞാൻ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് ഉണ്ടാക്കിയത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് മൈക്കൈൻ്റെ തെറാപ്പി എന്നുള്ള ഒരു ഇതുണ്ട്, ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അപ്പോൾ ആ പേജിൽ ഞാൻ കുറേ വീഡിയോസൊക്കെയാണ് പോസ്റ്റ് ചെയ്യാറ്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ, കുറച്ച് എസ്തെറ്റിക് ഫോട്ടോസ് മാത്രം ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തു. ഓരോരോ ടൈമിൽ ഓരോരോ ക്രേസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ആ ടൈമിൽ ഈ സ്റ്റാറി നൈറ്റ് പെയിൻറ്റിങ്ങിനോട് കുറച്ച് എന്തോ ഒരു ക്രേസ് ഉണ്ടായിരുന്നു. ഒരു ടൈമിൽ നമുക്ക് ഒരു സംഭവത്തിൻ്റെയോട് ഇഷ്ടമാണെങ്കിലും നമുക്ക് വല്ലാണ്ടൊരു ക്രേസ് വരുന്ന ടൈമായിരുന്നു അത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എനിക്കൊരു അക്കൗണ്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. അപ്പം സീക്രട്ട് സ്റ്റാറി നൈറ്റ് എന്ന് കൊടുത്താലോ എന്ന്. ഈ സ്റ്റാറി നൈറ്റ് ഈസ് ഫൈൻ, സീക്രട്ട് എന്ന് മുന്നിൽ വരാൻ കാരണം ഞാൻ ഒരു സെലിബ്രിറ്റീൻ്റെ ഈ സ്പാം അക്കൗണ്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് അക്കൗണ്ട് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഓക്കെ ഇത് ഈ സെലിബ്രിറ്റീൻ്റെ പ്രൈവറ്റ് അക്കൗണ്ട് ആണ് എന്നൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് സീക്രട്ട് വേറൊരു സംഭവം, വേറൊരു യൂസർ നെയിമല്ല. അപ്പോൾ അതും ഇതും കൂടെ മിക്സ് ആക്കിയിട്ട് ഞാൻ വെച്ചു സീക്രട്ട് സ്റ്റാറി നൈറ്റ് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, പറയുമ്പോൾ നല്ല രസമുണ്ട്. അത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമാണ് ആദ്യം ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ഇൻസ്റ്റഗ്രാം ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ 2-3 പിക്ചേഴ്സൊക്കെ പോസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ അക്കൗണ്ട് തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് വേറെ യൂസർ നെയിം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പം ഞാൻ ഇത് തന്നെ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് മറ്റേ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒന്നുകൂടെയും പൊടി തട്ടിയെടുത്തത്. ഇപ്പം ഞാൻ അത്യാവശ്യം ആ ഒരു അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആ ഒരു അക്കൗണ്ട് ഇപ്പം ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ ഒരു ചാനലിൻ്റെ പേരിലേക്ക് എത്തിപ്പെട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? അത് മാത്രം ചോദിക്കരുത്, എനിക്കങ്ങനെ പ്ലാനൊന്നുമില്ല. ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കുന്നത്. മേ ബി പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ തന്നെ നടക്കുന്ന ടീംസ് ഉണ്ടാവും, അത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ എൻ്റെ ലൈഫിൽ അങ്ങനെ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കാറില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. പക്ഷെ പ്ലാൻ ചെയ്ത രീതിക്കൊന്നും നടക്കാറില്ല. ബട്ട് സ്റ്റിൽ നല്ല രീതിക്കാണ് നടന്നു പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുമ്പം നമ്മൾ ഓരോ ക്ലാസ്സിലെത്തുമ്പം ഓരോരോ പ്ലാൻ ആയിരുന്നല്ലോ. എനിക്ക് കുറേ കാലം വരെ ലൈക്ക് നമ്മളൊരു 1st സ്റ്റാൻഡേർഡ് 2nd സ്റ്റാൻഡേർഡ് 3rd സ്റ്റാൻഡേർഡ് ആ ഒരു സമയം വരെയൊക്കെ എനിക്ക് ടീച്ചർ ആവണമെന്ന ആഗ്രഹം. വേറൊന്നുമല്ല,
ക്ലാസ്സിൽ ബോർഡിൽ നമുക്ക് എഴുതി കളിക്കാം, ചോക്ക് കൊണ്ട് എഴുതാം. അതുകൊണ്ട് മാത്രം എനിക്ക് ടീച്ചർ ആവണം എന്നുള്ള ആഗ്രഹം വന്നു. ആ ഒരു ടൈമിൽ ടീച്ചേഴ്സ് ചോക്ക് എടുത്തിട്ട് ബോർഡിൽ എഴുതരുത് എന്നൊക്കെ പറയും. എഴുതാൻ എന്താ വഴി, ടീച്ചർ ആവണം. ആ ഒരു രീതിക്ക് എനിക്ക് ടീച്ചർ ആവണം എന്നുള്ള ആഗ്രഹം വന്നു. പിന്നെ ഈ കളർ ചോക്ക് കൊണ്ടൊക്കെ എഴുതുന്നത് കാണുമ്പോൾ നമുക്ക് എന്ത് രസമാണ്. നമുക്ക് കളർ ചോക്ക് വെച്ചിട്ട് ബോർഡിൽ എഴുതാം. പിന്നെ ടീച്ചേഴ്സിന് ആ ഒരു സമയത്ത് നമ്മുടെ ടീച്ചേഴ്സിന് അങ്ങനെയാണല്ലോ കാണുക. ലൈക്ക് നല്ല ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആവണം എന്നൊക്കെ ഉള്ളൊരു തോട്ട് വരും. അതുകൊണ്ട് എനിക്ക് ബോർഡിൽ എഴുതണം എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം എനിക്ക് കുറേ കാലം ടീച്ചർ ആവണം എന്നായിരുന്നു. പിന്നെ ഡോക്ടർ, അയ്യോ, കുറേ കാലം ഡോക്ടർ ആവണമെന്നിരുന്നു. എന്താ ഡോക്ടർ ആവണമെങ്കിൽ എന്തൊക്കെ പഠിക്കണം എന്നും കൂടെ എനിക്കറിയില്ല. ടീച്ചർ, ഡോക്ടർ, ഈ 2 പ്രൊഫഷൻ മാത്രമേ എനിക്ക് അറിയൂ. കാരണം ആ ഒരു ടൈമിലൊക്കെ ടീച്ചർ, ഡോക്ടർ, എൻജിനീയർ, ആ ഒരു പ്രൊഫഷൻ അങ്ങനെയൊക്കെ തന്നെ എനിക്കും അറിയും. എല്ലാവർക്കും അതൊക്കെ ഉള്ളൂ. ഞാൻ വെച്ചു കുറച്ചു കാലം ടീച്ചർ, പിന്നെ ഡോക്ടർ. പിന്നെ എവിടെയോ എത്തിയപ്പം എന്താവണമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. 10th കഴിഞ്ഞപ്പം ഡോക്ടർ ആവാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ബയോസയൻസ് എടുത്തത്. അതുവരെ എന്താവണമെന്ന് തീരുമാനിക്കാത്തത് കൊണ്ട് ബയോസയൻസ് എടുത്താൽ ഏത് മേഖലയിലേക്കും പോകാൻ പറ്റും എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് ഞാൻ ബയോസയൻസ് എടുത്തു. പിന്നെ +1 ലാസ്റ്റ് എക്സാം, +2 ആ ഒരു സമയത്തെപ്പം കൊറോണ വന്നു. കൊറോണയിൽ നമ്മൾ +2 എക്സാം ഒക്കെ എഴുതി നന്നായിട്ട് നല്ല മാർക്കിലൊക്കെ ജയിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തെടുക്കണമെന്ന് മനസ്സിലായില്ല. ബാക്കി ഞാൻ മുന്നിൽ പറഞ്ഞല്ലോ. അപ്പം ഞാൻ ഇംഗ്ലീഷ് എടുത്തു. അപ്പോൾ ഇംഗ്ലീഷ് ഞാൻ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് 7th സ്റ്റാൻഡേർഡ് മുതൽ എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടമാണ്. ഇംഗ്ലീഷ് ടീച്ചേഴ്സൊക്കെ ഭയങ്കര അടിപൊളി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ എനിക്ക് നല്ല വൊക്കാബുലറി വേണം. ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ഗ്രാമറൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പം ഈ +2 കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തത് എന്ത് ചൂസ് ചെയ്യും, ലൈക്ക് ഡിഗ്രിക്ക് പോകാൻ തന്നെ ആയിരുന്നു പ്ലാന്. പക്ഷേ ഏത് സബ്ജക്റ്റ് എടുക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ഞാൻ അടുത്തുള്ള കോളേജിലേ കൊടുത്തിട്ടുള്ളൂ. ലൈക്ക് ദൂരെ നിന്ന് പഠിക്കേണ്ട കോളേജിലൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ഞാൻ ബോട്ടണിക്ക് കൊടുത്തിട്ടുണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി ഇതിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാത്തിനും കിട്ടി. ഇതേ കോളേജ്, ഞാൻ പോയ കോളേജിൽ തന്നെ എനിക്ക് കെമിസ്ട്രിക്കും കിട്ടി, ഫിസിക്സിനും കിട്ടി, ഇംഗ്ലീഷിനും കിട്ടി. പക്ഷെ എനിക്ക് ഇംഗ്ലീഷാണ് താല്പര്യം. അപ്പോൾ ഇംഗ്ലീഷിന് പോയി. പിന്നെ വേറൊരു കോളേജിൽ നിന്ന് ബോട്ടണി ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കപ്പോൾ താല്പര്യമില്ല, ഇംഗ്ലീഷ് തന്നെ എടുത്തു. സോ അപ്പം ഞാൻ എന്താ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഫ്യൂച്ചർ പ്ലാൻ അല്ലേ? അപ്പം എനിക്കങ്ങനെ ഫ്യൂച്ചർ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് പോയത്. പിന്നെ ഇതെടുത്ത സമയത്ത് ഞാൻ വിചാരിച്ചു ടീച്ചർ എന്നുള്ളത് സ്വപ്നം പണ്ടേ ഉണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു സ്കൂൾ ടീച്ചറൊന്നും ആവണ്ട, ഒരു കോളേജ് ലെക്ചറാണ്. ഞാൻ വിചാരിച്ചു സ്കൂൾ ടീച്ചറൊന്നും ആവണ്ട, ഒരു കോളേജ് ലെക്ചർ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ കോളേജ് ലെക്ചർ എന്നൊക്കെ പറയുമ്പം ഒരു വൈബല്ലേ. ആ ഒരു സമയത്ത് ഈ വീഡിയോസിലൊക്കെ ഈ യങ് ആയിട്ടുള്ള ടീച്ചേഴ്സിനൊക്കെ റീൽസൊക്കെ കാണാം. അപ്പം നല്ല രസമാണ്, വൈബാണ്. കുറേ പഠിപ്പിക്കൊന്നും വേണ്ട, വൈബായിട്ട് പോവാം, കുറച്ച് യങ് ആയിട്ട്. പിന്നെ ഇംഗ്ലീഷ് ടീച്ചർ എന്നൊക്കെ പറയുമ്പം കുറച്ച് രസമല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് പ്രൊഫസർ ആവാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ലാസ്റ്റ് ഇയർ എത്തിയപ്പം എന്തോ അതൊക്കെ മറന്നുപോയി. ഇതൊക്കെ മനസ്സിലുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പോലും എനിക്ക്, ലൈക്ക് നമുക്കൊരു ഡിസിഷൻ എടുക്കേണ്ട സമയമാകുമ്പോഴേക്കും ആകെ മൊത്തത്തിൽ എന്തൊക്കെയായിപ്പോയി. അപ്പം ഞാൻ അതും വിട്ടു. ഫ്യൂച്ചറിൽ എന്താവുമെന്ന് നമുക്ക് കാണാം. എനിക്കും എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഞാൻ ഫ്യൂച്ചറിൽ ഇപ്പം എന്താവുകയെന്ന്. സോ ഇനി കുറേ അധികം വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കടിൽ ക്ലൗഡ് അല്ലെങ്കിൽ ആര്യ ചേച്ചിയെ എങ്ങനെ അറിയാം? വാട്ട് അബൌട്ട് ആര്യ ചേച്ചിയുമായിട്ടുള്ള റിലേഷൻ എന്താണ്? ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കുറേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് വേറൊരാളും കൂടെ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഞാൻ ആ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ ആര്യ ചേച്ചി തന്നെ ചോദിച്ചിട്ടുണ്ട്. കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ആര്യ ചേച്ചി തന്നെ ചോദിച്ചിട്ടുണ്ട് കടിൽ ക്ലൗഡ് ചേച്ചിയെ എങ്ങനെയാ പരിചയം. സോ നമുക്ക് എന്തായാലും ആൻസർ ചെയ്യണമല്ലോ. കടിൽ ക്ലൗഡിനെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, എല്ലാവർക്കും അറിയാം. പക്ഷെ ഞങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം എന്ന് ചോദിച്ചാൽ, ഞാൻ ആക്ച്വലി ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ക്രിസ്മസിൻ്റെ വ്ളോഗാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ആ വ്ളോഗ് ഇട്ട സമയത്ത് ആര്യ കമൻറ്റ് ചെയ്തു. ആ കമൻറ്റ് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ലൈക്ക് ആ സമയത്ത് നമുക്ക് അങ്ങനെ ചാറ്റ് ചെയ്ത് പരിചയമൊന്നുമില്ല, വീഡിയോസ് കാണും അങ്ങനെയൊക്കെ. അപ്പോൾ ആര്യ എൻ്റെ വീഡിയോക്ക് കമൻറ്റ് ഇട്ടപ്പോൾ ഞാൻ എന്തോ വലിയ സംഭവം പോലെയായി. ലൈക്ക് ആര്യ എൻ്റെ വീഡിയോ കണ്ടു, കടിൽ ക്ലൗഡ് എൻ്റെ വീഡിയോ കണ്ടു, എൻ്റെ വീഡിയോ അപ്പോൾ റീച്ച് ആവുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരിത് വന്നു. പിന്നെ ഈ മോണിറ്റൈസ്ഡ് ആയ സമയത്ത് എനിക്കിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൺഫ്യൂഷൻ വന്നു. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആരോടും ഇത് വെച്ചിട്ടുള്ള ഡൗട്ട്, എഡിറ്റിങ്ങിൻ്റെ ഡൗട്ട്, അങ്ങനത്തെ ഡൗട്ടൊന്നും ആരോടും ഞാൻ ചോദിക്കില്ല. എനിക്ക് സ്വന്തം തന്നെ കണ്ടുപിടിച്ച് എഡിറ്റിംഗ് ആയാലും ഇങ്ങനെ
ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിപ്പോൾ ഫോണുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംഭവമായാലും എനിക്ക് തന്നെ സ്വന്തം കണ്ടുപിടിച്ച് ചെയ്യാനാണ് ഇഷ്ടം. പക്ഷെ ഇത് യൂട്യൂബായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടും പിന്നെ ഈ മോണിറ്റൈസേഷൻ്റെ കുറച്ച് സംഭവങ്ങളായതുകൊണ്ടും ലൈക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ പോയില്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ ആര്യയ്ക്ക് മെസ്സേജ് അയച്ചു. ലൈക്ക് കാണുമോന്നൊന്നും അറിയില്ല, പക്ഷേ ആര്യയ്ക്ക് മെസ്സേജ് അയച്ചു. പിന്നെ കുറച്ച് ടെക്കീസൊക്കെ ഉണ്ടാവുമല്ലോ, ടെക്കീസ് എന്ന് പറയുമ്പോൾ യൂട്യൂബ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന ആർക്കൊക്കെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആര്യയ്ക്കും കൂടെ അയച്ചപ്പം ഷീ റിപ്ലൈഡ്. അപ്പം അതിന് കറക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കമ്പനി ആയതാണ്. പിന്നെ അത് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ലൈക്ക് അത് മാത്രം പറഞ്ഞ് നമ്മൾ നിർത്തൂലല്ലേ, വേറെ എന്തെങ്കിലുമൊക്കെ പറയും. ഞങ്ങൾ കുറേ സംസാരിച്ച് എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് വെച്ചാൽ വീഡിയോസിനെ പറ്റി പറഞ്ഞു, പിന്നെ ഫാമിലീനെ പറ്റി പറഞ്ഞു. അങ്ങനെ മൊത്തം സംസാരിച്ചൊരു കണക്ഷൻ വന്നു. പിന്നെ ഞങ്ങൾ എപ്പോഴും സംസാരിക്കും, ഇപ്പോഴും സംസാരിക്കലുണ്ട്. ഇപ്പം വീഡിയോ എടുക്കുമ്പോഴും ഞങ്ങളിപ്പം ടെക്സ്റ്റ് ചെയ്തിരുന്നു. ലൈക്ക് എങ്ങനെയാണ് കമ്പനി ആയെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് സ്റ്റാർട്ടിങ്. പിന്നെ ഞങ്ങൾ കമ്പനി ആയി. എക്സാക്റ്റായിട്ട് എനിക്ക് പറയാൻ അറിയൂല. പിന്നെ ഞങ്ങൾ എല്ലാം പറയും, എല്ലാം ഷെയർ ചെയ്യും. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ആര്യനോട് പറയും. പിന്നെ പ്രോബ്ലംസ് അല്ല, ചെറിയ എന്തെങ്കിലും കാര്യമാണെങ്കിലും ആര്യനോട് പോയി പറയും. ആര്യയാണെങ്കിലും അങ്ങനെ പറയും. അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും ടെക്സ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ടെക്സ്റ്റ് ചെയ്യൂല. പക്ഷേ ടെക്സ്റ്റ് ചെയ്ത് രണ്ടുപേരും ഓൺലൈനിലുള്ളൊരു സമയമാണെങ്കിൽ അത്രയും സമയം സംസാരിക്കും. ലൈക്ക് ഓരോ വോയിസും ഞങ്ങൾ വോയിസ് ക്ലിപ്പ് അയക്കും. അപ്പോൾ വോയിസ് ക്ലിപ്പ് തന്നെ ഓരോ വോയിസും എന്താ പറയുക 2 മിനിറ്റ് 3 മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവും. സംസാരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിച്ച് പോവും. അങ്ങനെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയത്. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയത്. ഇപ്പോഴും നല്ല ഫ്രണ്ട്സാണ്. ഐ ഹോപ്പ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന്. യാ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടോക്സിക് ട്രൈറ്റ് ഓഫ് യോഴ്സ് ഡു യു സീക്രറ്റ്ലി ലവ്? എനിക്ക് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്താ, ഞാൻ ചില സംഭവം ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കും. പക്ഷേ അത് കറക്റ്റ് ആ ഒരു ലാസ്റ്റ് മിനിറ്റ് ആണെങ്കിലും ഞാനത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആക്കും. ആ ഒരു കാര്യം എനിക്കിഷ്ടമാണ്. പക്ഷേ ആ ഒരു സമയത്ത് ഞാനിങ്ങനെ വിചാരിക്കും, കുറച്ച് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അടുത്തൊരു സംഭവം വരുമ്പം കറക്റ്റ് കുറച്ച് മുന്നേ സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കും. പക്ഷേ എന്ത് പറഞ്ഞാലും എന്തെങ്കിലും ഒരു വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കുകയും ചെയ്യും, കംപ്ലീറ്റ് ആക്കുകയും ചെയ്യും. സോ കംപ്ലീറ്റ് ആക്കുന്നതുകൊണ്ട് അതെനിക്ക് ഇഷ്ടമാണ്. വൈ ഡിഡ് യു സ്റ്റോപ്പ് PSC പ്രിപ്പറേഷൻ? ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ PSC തന്നെ പ്രിപ്പയർ ചെയ്ത് അതിൽ കൂടെ ജോബ് അങ്ങനെ ആ ഒരു ഇത് മാത്രം ഞാൻ ചൂസ് ചെയ്ത് പോയതല്ല. എനിക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് ഒന്നിനും പോകാത്ത സമയത്ത് ഞാൻ ബ്രേക്ക് എടുത്ത സമയത്ത് പോയതാണ് PSCക്ക്. ബൈ ചാൻസ് ഒരു ജോബൊക്കെ കിട്ടിയാൽ രസമല്ലേ. പക്ഷെ എന്നാലും ഞാൻ വിചാരിക്കും, എത്രയോ കാലമായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു PSC എക്സാം പോലെ എഴുതാണ്ടാണ് PSC കോച്ചിങ്ങിന് പോയത്. എനിക്കാണെങ്കിൽ മനസ്സിലാവുന്നില്ല ഒന്നും. ഒന്നാമത്തെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ സയൻസൊക്കെ എടുത്തതാണെങ്കിലും നമ്മൾ ഇംഗ്ലീഷിലാണ് പഠിച്ചു പോയത്. അപ്പോൾ അവിടുന്ന് മലയാളം ടേംസൊക്കെ വരുമ്പം എനിക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. മലയാളം ടേംസ് എന്ന് പറയുമ്പം ഈ സെല്ലിന് കോശം എന്നൊക്കെ പറയും. അപ്പം പെട്ടെന്ന് എനിക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റൂല. അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് തന്നെ തോന്നി എനിക്കിതിപ്പോൾ ഒന്നും പറ്റൂല, അങ്ങനെ തോന്നി. അപ്പം ഞാനത് എന്തായാലും ഒരു 1 ഇയറിനുള്ളിൽ ഞാൻ വേറൊരു കോഴ്സ് എടുത്ത് പോകുന്ന ഉറപ്പാണ്. സോ അതുകൊണ്ടാണ്. ബോയ് ഫ്രണ്ട് ഓർ ലവർ ഓർ പാർട്ട്ണർ ഓർ കമ്മിറ്റഡ് ആണോ? ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അവിടുന്ന് കോഴി, ഇവിടുന്ന് ബൈക്കിൻ്റെ സൗണ്ട്. സോ പ്ലീസ് ഡോണ്ട് മൈൻഡ്, ക്ഷമിക്കുക. ഇല്ല ഗൈസ്, ഞാൻ സിംഗിളാണ്. അതിൻ്റെ ആവശ്യമുണ്ട് ഇതെനിക്ക് തോന്നിയിട്ടില്ല. യാ ഐ എം സിംഗിൾ. അഡ്വൈസ് ഫോർ സമ്മൺ സ്റ്റാർട്ടിങ് എ യൂട്യൂബ് ചാനൽ. അഡ്വൈസ് പറയാനാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റോറിയൊക്കെ ഞാൻ പറഞ്ഞു. ലൈക്ക് ഞാനങ്ങനെ ഒരു പ്രോപ്പർ പ്ലാൻ അങ്ങനെയൊന്നും വെച്ചിട്ടല്ല ഇത് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളിപ്പം ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി ഒരു വലിയൊരു ഘടകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ കൺസിസ്റ്റൻ്റ് ആവണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ എനിക്കൊരു ബ്രേക്ക് വന്നു പോകുന്നുണ്ട്. ബട്ട് കൺസിസ്റ്റൻസി ഈസ് ദ കീ. പിന്നെ നിങ്ങളുടെ കോണ്ടൻറ്റ് കുറച്ച് നല്ലതായിരിക്കണം, കുറച്ച് വെറൈറ്റി പിടിക്കാൻ നോക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്നത് ഈസ് ഗുഡ്, ബട്ട് പ്ലീസ് ഡോണ്ട് കോപ്പി. എത്ര പറഞ്ഞാലും ചിലർക്ക് മനസ്സിലാവില്ല. ബട്ട് സ്റ്റിൽ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നതും കോപ്പി അടിക്കുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇൻസ്പയർഡ് ആവുന്നത് നല്ലതാണ്, ബട്ട് കോപ്പിങ് ഈസ് നോട്ട് ദാറ്റ് ഗുഡ്. നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് കോണ്ടന്റ് ഇടണമെന്ന്
തീരുമാനിക്കുക. ലൈക്ക് ചിലർ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടുള്ള കോണ്ടൻറ്റ് ഇടും, പിന്നെ കുക്കിംഗ് ഒക്കെ ഇടും, പിന്നെന്താ ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ കോണ്ടൻറ്റ് ഇടും, സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ ഇടും. സോ നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് കോണ്ടൻറ്റ് ഇടണമെന്ന് തീരുമാനിക്കുക. പിന്നെ നിങ്ങൾ എന്തിലാണ് ബെസ്റ്റ് അതിടാൻ നോക്കുക. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കുറേ ചാനൽസ് ഉണ്ട്. പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ഞാൻ ചില ചാനൽസ് കണ്ടിട്ടുണ്ട്, ഒന്ന് പച്ച പിടിക്കാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ കുക്കിംഗ് ഇടും, കുറേയൊക്കെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഇടും. ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ട്രെൻഡിങ് ആകുമ്പോൾ അതിടും. പിന്നെ ഗിവ് അവേ ഒരു ട്രെൻഡിങ് ആണ്. അപ്പോൾ ഗിവ് അവേ ട്രെൻഡിങ് ആയ സമയത്ത് അത് മാത്രം. എന്നിട്ട് കംപ്ലൈൻറ്റ്, ഞാൻ ഇത്രയോ കാലം മുന്നേ തുടങ്ങിയ ചാനലാണ്, പക്ഷേ ഇതെന്താ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല, എന്നെക്കാട്ടും അല്ല ഞാൻ കഴിഞ്ഞിട്ട് തുടങ്ങിയ ചാനലൊക്കെ ഇപ്പം അത്രയും സബ്സ്ക്രൈബേഴ്സ് ആയി, പക്ഷേ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആവുന്നില്ല എന്നൊക്കെ പറയുന്ന ടീംസ് ഉണ്ട്. ആക്ച്വലി നമ്മളിപ്പം ഒരു ചാനലിൽ തന്നെ പല ടൈപ്പ് ഓഫ് കോണ്ടന്റ് ഇടുമ്പം, ലൈക്ക് ഞാനിപ്പോൾ ഒരു കുക്കിംഗ് ഒക്കെ കണ്ടിട്ടാണ് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്. പക്ഷെ കുറച്ച് കാലം കഴിയുമ്പം ഇവർ ആർട്ടും ക്രാഫ്റ്റൊക്കെ ഇടുമ്പം നമ്മളായിരിക്കും ഈ കുക്കിംഗ് കണ്ടിട്ടില്ല ഞാൻ സബ്സ്ക്രൈബ് ചെയ്തത്, ഇവരെന്താ ഇങ്ങനെ കോണ്ടന്റ് ഇടുന്നത് പറഞ്ഞിട്ട് അവർ പോവും. അപ്പം ഒരു നീഷിൽ കൺസിസ്റ്റൻ്റ് ആവാൻ ശ്രമിക്കുക. സോ അപ്പം അതിനെപ്പറ്റിയൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബേസിക് എഡിറ്റിംഗ് സ്കില്ലൊക്കെ ഉണ്ടാവുക. അത് യൂട്യൂബിൽ തന്നെ കുറേ ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ റെഫർ ചെയ്യുക, സ്വന്തം വർക്ക് ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അക്കൗണ്ട് എടുക്കുക, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. നിങ്ങളിപ്പം പിന്നെ സ്റ്റാർട്ട് ചെയ്യുക നിന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും ഈ എന്താ പറയുക, കുറച്ച് ദിവസം കഴിഞ്ഞ് പോകും തോറും നമുക്ക് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് ലാസ്റ്റ് ചെയ്യാണ്ടായി പോകും. സോ നിങ്ങൾക്കിപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക, അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്ത് തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കാണ് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളതിൽ ഏറ്റവും വലിയ കാര്യം. സോ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കുറേ ട്യൂട്ടോറിയൽസ് നല്ല അറിയാം, കുറേ ഗൈഡ് കാര്യങ്ങളൊക്കെ യൂട്യൂബ് തന്നെ ഉണ്ട്. അതനുസരിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ കുറേ പേര് എനിക്ക് യൂട്യൂബിൽ എങ്ങനെയാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയ ടിപ്സ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷെ എനിക്ക് ടിപ്സ് ഒന്നും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ടിപ്സ് ഇല്ല. ലൈക്ക് ഞാൻ വീഡിയോസ് ഇട്ട് പോവും, അതിഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ ഞാൻ പ്ലാൻ ചെയ്ത പോലെയൊന്നും ഈ വീഡിയോസ് ഇടൽ നടക്കാറില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ എന്താ പറയുക, ടിപ്സ് ആൻഡ് ട്രിക്സ് ഒന്നും പറഞ്ഞു കൊടുക്കാൻ ആരുമല്ല. കാരണം എനിക്ക് പ്രത്യേകിച്ച് ടിപ്സ് ഒന്നുമില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂടും, മടി മാറ്റി വെക്കുക, വീഡിയോസ് ഇടുക, ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു എൻജോയ് മോസ്റ്റ് ഇൻ യുവർ ഫ്രീ ടൈം ബിസൈഡ്സ് മേക്കിംഗ് വീഡിയോസ് ആൻഡ് ആർട്ട്, അല്ലെങ്കിൽ ഹോബീസ്? ഇതാണ് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് പ്ലാൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്ലാൻ ചെയ്യാന്ന് പറയുമ്പം ഇപ്പം വീഡിയോസൊന്നും എടുക്കാണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ പിൻട്രസ്റ്റ് സ്ക്രോൾ ചെയ്യും. എന്നിട്ട് അതിൽ കുറച്ച് ഐഡിയാസൊക്കെ കാണുമ്പം ഇങ്ങനെ വെറുതെ പ്ലാൻ ചെയ്യാന്ന് പറയുമ്പോൾ എന്താ അപ്പം പ്ലാൻ ചെയ്യുക, എൻ്റെ റൂം ഇങ്ങനെ ആവണം, കുറേ പക്ഷികൾ കരയുന്നു. അപ്പം എനിക്ക് പ്ലാൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഞാനിങ്ങനെ അധികം ഇരുന്നിങ്ങനെ പ്ലാൻ ചെയ്യും. പിൻട്രസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഐഡിയാസ് കിട്ടും. ആ ഐഡിയാസ് അനുസരിച്ച് എൻ്റെ റൂം അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, അതൊക്കെ പ്ലാൻ ചെയ്യും. പിന്നെ കിടന്നുറങ്ങും, റീൽസ് സ്ക്രോൾ ചെയ്യും. പിന്നെ ഞാൻ ഡ്രാമാസൊക്കെ കാണാറുണ്ടായിരുന്നു, മൂവീസ് കാണാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ ആയി എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട്. ഡ്രാമാസ് തന്നെ കുറച്ച് ത്രില്ലർ അങ്ങനത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ത്രില്ലർ, സൈക്കോ ത്രില്ലറൊക്കെ ഉണ്ടാവില്ലേ, ക്രൈം ത്രില്ലേഴ്സ്, അങ്ങനത്തെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനത്തെ എന്താ പറയുക, ടൈം ട്രാവൽ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതൊക്കെ ഞാൻ ഇരുന്ന് കാണാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കണ്ടിട്ട് ഐ മിസ് വാച്ചിങ് ഡ്രാമാസ്. ഒക്കെയാണ് എൻ്റെ ഹോബീസ്. കിടന്നുറങ്ങുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റും വീഡിയോസൊന്നും അല്ലെങ്കിലും ഇതൊക്കെ തന്നെ. വ്ളോഗ് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വെറുതെ മുറ്റത്തൂടെ നടക്കുന്നത് ഇഷ്ടമാണ്. വെറുതെ ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താ പറയുക, വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് എങ്ങോട്ടേക്കെങ്കിലും നോക്കിയിട്ട് ഞാൻ എന്തെങ്കിലും ആലോചിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഡു യു ഡാൻസ്? ഞാൻ ഡാൻസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ഡാൻസ് ചെയ്യും. ഫ്രണ്ട്സിൻ്റെ കൂടെ ടിക്ടോക്ക് അല്ല, റീൽസിനൊക്കെ ഡാൻസ് ചെയ്യും. പിന്നെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഡാൻസ് ചെയ്യും. എൻ്റെ ഒരു കംഫർട്ട് സോൺ ആണെങ്കിൽ ഞാൻ ഡാൻസ് ചെയ്യും. എൻ്റെ ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ ഞാൻ ഡാൻസ് ചെയ്യൂല. ഞാനൊരു ഇൻട്രോവേർട്ട് ആയിരിക്കും. ചിലരുടെ കണ്ണിൽ ഞാൻ ഇപ്പോഴും ഇൻട്രോവേർട്ടാണ്. പക്ഷേ ഐ ഡോണ്ട് നോ ഞാനൊരു ഇൻട്രോവേർട്ട് ആണോ എന്ന് ചോദിച്ചാൽ
എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടമുള്ളവരോട് മാത്രമേ ഞാൻ കറക്റ്റായിട്ട് മിങ്കിൾ ചെയ്യുള്ളൂ. ഇല്ലാത്തവരോട് ഞാനൊന്നും സംസാരിക്കില്ല. ഇഷ്ടമല്ല മീൻസ് അങ്ങനെ ഇഷ്ടമല്ല എന്നല്ല, എനിക്ക് കമ്പനി ആവാൻ പറ്റാത്തവരോടും എൻ്റെ ഒരു വൈബ് സെറ്റ് ആവാത്തവരോടും ഞാൻ അങ്ങനെ പോയി സംസാരിക്കൊന്നുമില്ല. ആക്ച്വലി ഞാനൊരു അരമണിക്കൂറോളം ഇപ്പം ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്കിൻ്റെ ചാർജ് എപ്പോഴാണ് കഴിയാന്ന് അറിയില്ല എന്ന്. അപ്പം മൈക്കിൻ്റെ ചാർജ് കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പം അരമണിക്കൂർ ഞാൻ എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് വെച്ചാൽ അതൊക്കെ ഇനി ഒന്നുകൂടെ പറയേണ്ടി വരും. അയ്യോ എനിക്ക് വിശക്കുന്നു. ഞാൻ ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പം 4:45 സോ എനിക്ക് ഇന്ന് എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഇത് വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്തായാലും ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാം. ലൈക്ക് ഞാൻ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും ഇപ്പം ആൻസർ ചെയ്യണം. ഓക്കെ, ചടച്ചു. നമുക്ക് ആൻസർ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഞാൻ ഡു യു ഡാൻസ് എന്ന് ചോദിച്ച സമയത്ത് കുറച്ചൊക്കെ പറഞ്ഞു. അതിൻ്റെ റിമൈനിങ് ഞാൻ പറഞ്ഞ സമയത്താണ് ഇത് മൈക്കിൻ്റെ ചാർജ് നിന്ന് പോയത്. ഓക്കെ, ഞാൻ ഡാൻസ് ചെയ്യുമെന്ന് വെച്ചാൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ ഡാൻസ് ചെയ്യും. ഞാൻ അധികം നന്നായിട്ട് സംസാരിക്കും. പക്ഷേ കംഫർട്ടബിൾ അല്ലാത്ത ആൾക്കാരോട് ഞാൻ അധികം മിങ്കിൾ ചെയ്യാറില്ല. ഇറ്റ് ഡിപ്പെൻസ്. ഡാൻസ് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ഡാൻസ് ചെയ്യും. പിന്നെ ഇപ്പം അടുത്തൊരു എൻഗേജ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഡാൻസ് ചെയ്യാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ കൂടെ ഉള്ളവർ എനിക്ക് സെറ്റ് ആവണം, അത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞത് കുറച്ച് റൂഡായി പോയ പോലെയൊക്കെ എനിക്ക് തോന്നി. ലൈക്ക് എനിക്ക് ഇഷ്ടമില്ലാത്തവരോട് ഞാൻ മിണ്ടൂല അങ്ങനെയൊക്കെ പറയില്ലേ, കുറച്ച് റൂഡായി പോയ പോലെ തോന്നി. ബട്ട് സ്റ്റിൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ, ഹൗ ഡു യു ഡീൽ വിത്ത് നെഗറ്റീവ് കമൻറ്റ്സ് ക്രിറ്റിസിസം ഓൺ യുവർ ചാനൽ? ഞാൻ അവരെ ഹൈഡ് യൂസർ ഫ്രം ചാനൽ കൊടുക്കും. ഓക്കെ, ഇതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എന്താ പറയുക, മൈക്ക് ഓൺ അല്ലായിരുന്നല്ലോ. സോ നെഗറ്റീവ് കമൻസ് ഒക്കെ വരുമ്പം ഞാൻ ഹൈഡ് യൂസർ ഫ്രം ചാനൽ കൊടുക്കും. മെയിനായിട്ട് ഈ നെഗറ്റീവ് കമൻസ് ലൈക്ക് ഇതിപ്പം നല്ല ക്രിറ്റിസിസം നമ്മൾ സ്വീകരിക്കണം. ലൈക്ക് പോസിറ്റീവായിട്ട് എടുത്ത് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുന്നതാണെങ്കിൽ ഒബ്വിയസ്ലി ഞാനത് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരും. പക്ഷെ ചില ടീംസ് ഉണ്ട് നെഗറ്റീവ് കമൻറ്റ്സ് ഇടാൻ വേണ്ടി മാത്രം കമൻറ്റ് സെക്ഷൻ ഓപ്പൺ ചെയ്യുന്ന ടീംസ് ഉണ്ട്. അങ്ങനെ ഒരാൾ എനിക്ക് കറക്റ്റ് ഓർമ്മയുണ്ട്. ആളിപ്പോൾ ഹൈഡ് യൂസർ ഫ്രം ചാനൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ബ്ലോക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പക്ഷേങ്കിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഹൈഡ് യൂസർ ഫ്രം ചാനൽ കൊടുത്താൽ എന്താ പറയുക, കമൻറ്റ് ഇടാൻ പറ്റില്ല. അങ്ങനെ മാത്രമേ ഉള്ളൂ തോന്നുന്നു. സോ ഞാൻ ഹൈഡ് യൂസർ ഫ്രം ചാനൽ കൊടുത്തു. ലൈക്ക് ആളൊന്നും ചെയ്യുകയില്ല, ചെയ്യുന്ന പോലെയായിട്ട് സമ്മതിക്കുകയില്ല. അങ്ങനെ കുറേ ടീംസ് ഉണ്ട്. നമ്മളിപ്പം എന്നെപ്പറ്റി പറയാനാണെങ്കിൽ ഞാനിങ്ങനെ ക്യാമറേൻ്റെ മുന്നിൽ വരുന്ന അങ്ങനെ ഒരാളല്ല. ഞാൻ മുന്നേ പറഞ്ഞ പോലെ അങ്ങനെ ഒരാളല്ല. അപ്പം എനിക്ക് ഈ യൂട്യൂബ് ചാനലിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഫേസ് കാണിച്ച് സംസാരിക്കുന്നതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ കാര്യമാണ്. എനിക്ക് കോൺഫിഡൻസ് നന്നായിട്ട് ബിൽഡ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. സോ എന്നെ സംബന്ധിച്ച് ഞാൻ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. നമുക്ക് സെൽഫ് ഒന്ന് തോന്നുമല്ലോ, ലൈക്ക് ഐ ആം ഇമ്പ്രൂവിങ്. ഞാൻ അത്രയും ഇൻസെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. സോ ആ ഇൻസെക്യൂരിറ്റി മാറ്റി വെച്ച് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ന്യൂ കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്ക് കുറച്ച് ഹാപ്പിനെസ് വരും. ഈ ഹാപ്പിനെസ് തള്ളിക്കെടുത്താനായിട്ട് കുറച്ച് ടീംസ് വരും. അവരെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഹൈഡ് യൂസർ ഫ്രം ചാനൽ കൊടുക്കുക. ലൈക്ക് ഇപ്പോൾ ഒരു വീഡിയോന് ഒരു 15 നല്ല കമൻറ്റും ഒരു 16th കമൻറ്റ് കുറച്ച് ബാഡായിട്ടും ലൈക്ക് അയ്യേ ഇത് ഭയങ്കര ബോറിംഗ് ആണല്ലോ, ഈ വീഡിയോ ഒന്നും രസമില്ല, യു ആർ സോ ബോറിങ്, ഇതൊക്കെ ആരാ കാണുക എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഇത്രയും ഒരു 15 കമൻറ്റ് മേ ബി നല്ല വീഡിയോ ആണ്, എനിക്കിഷ്ടപ്പെട്ടു, എനിക്ക് ഈ മോട്ടിവേറ്റഡ് ആയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റ്സ് ആണെങ്കിലും ലൈക്ക് ആ ഒരു നെഗറ്റീവ് കമൻറ്റ് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ. പക്ഷേ ഈ നെഗറ്റീവ് ഇത്രയും നല്ല കമൻറ്റ്സ് വന്നിട്ട് ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്, അത് ആ നെഗറ്റീവ് ഇട്ട ഓരോ പ്രശ്നമാണ്. ലൈക്ക് അവരെ അക്കൗണ്ട് തുറന്നു നോക്കിയാൽ അവരൊന്നും ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ചെയ്യുന്നവരെ നെഗറ്റീവ് അടിച്ചിട്ട് നമ്മളിങ്ങനെ ഇതാക്കുകയും ചെയ്യും. അത് അവരുടെ പ്രശ്നം. അപ്പോൾ അവരെ നമ്മൾ ഹൈഡ് യൂസർ ഫ്രം ചാനൽ കൊടുക്കുക, അത്രയേ ഉള്ളൂ. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്താ പറയുക, ഞാൻ റീസെൻ്റായിട്ടല്ല, ഒരാളുണ്ട് ലൈക്ക് ഷീ യൂസ് ടു കമൻറ്റ് നെഗറ്റീവ്, ലൈക്ക് വീഡിയോ രസമില്ല, ലൈക്ക് ഏതോ സമയത്ത് ഷീ commented ഗുഡ് തിങ്സ്. കുറച്ച് എത്തിയപ്പം ബാഡ് കമൻറ്റ്സ് ആയി. ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാണ്ട് വിട്ടു. ലൈക്ക് നമ്മൾ വായിക്കും, പക്ഷേ റിപ്ലൈ ഒന്നും അങ്ങനെ കൊടുക്കില്ല. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ മൈക്കൊക്കെ പിടിച്ച് സംസാരിച്ച സമയത്ത് ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ലൈക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പ്രശ്നമുണ്ടോ. ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് വീഡിയോസിലൊന്നും വരാത്ത ഒരാളാണ്. അപ്പം അത് ചോദിച്ച സമയത്ത് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ബട്ട് ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് മുഖമൊന്നും കാണിച്ച് സംസാരിക്കേണ്ട, ലൈക്ക് ഫേസ് ഒന്നും കാണിച്ച് സംസാരിക്കേണ്ടെന്ന് വന്നപ്പം എനിക്ക് കുറച്ച് ഇതായി. ലൈക്ക് എങ്ങനെയൊക്കെയോ നമ്മൾ അത്രയും
അത്രയും കോൺഫിഡൻസ് ബിൽഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫേസൊക്കെ കാണിച്ചിരുന്ന് സംസാരിക്കുന്നത്. അപ്പം ഒരാളിങ്ങനെ കമൻ്റ് ഇടുമ്പം ലൈക്ക് എന്താ ആളൊന്നും ചെയ്യുന്നില്ല സമ്മതിക്കുന്നില്ല. നമ്മളെന്താ പറയുക, ഓരോ ദിവസവും നമ്മൾ തന്നെ ബെറ്റർ ആയിട്ട് കൊണ്ടുവരണം. ലൈക്ക് ഞാനിങ്ങനെ ഇൻസെക്യൂർ ആയിട്ട് ഇരുന്നാൽ ലൈക്ക് എല്ലാ ദിവസവും സെയിം ആയിരിക്കും. നമ്മൾ പുതിയതായിട്ട് നമ്മുടെ ലൈഫിലൊന്നും ചെയ്യൂല. അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പം കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഗുഡ് ഫോർ അസ് അല്ലേ, നമുക്ക് ഗ്രോ ചെയ്യാനത് സഹായിക്കും. സോ അപ്പം നമ്മളിങ്ങനെ ഗ്രോ ചെയ്യുമ്പം ചിലർ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡൗൺ ആവാൻ പാടില്ല. ആ പറയുന്ന ആളെ നമ്മുടെ ലൈഫിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുക. അത് ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. ലൈഫിൽ വരുന്നില്ല അല്ലെ, കമൻറ്റ് സെക്ഷനിലല്ലേ വരുന്നുള്ളൂ. അപ്പം കമൻറ്റ് സെക്ഷനിൽ വരുമ്പോൾ നമ്മൾ കമൻറ്റ് സെക്ഷനിൽ നിന്ന് അങ്ങ് ഒഴിവാക്കി വിടുക, അത്രയേ ഉള്ളൂ. സോ സിമ്പിൾ. ഇതിലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നേരത്തെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കിപ്പോൾ പറയാനുള്ളൊരു സമയമില്ല. എൻ്റെ ഹൈറ്റ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ 5'3" ആണ്. ഈസ് ദാറ്റ് യു ആർ പ്ലാനിങ് for an international trip? No guys, I am not planning for an international trip. International trip പോയിട്ട് വർക്കലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ കുറേ നാളായി, അതും കൂടെ നടത്തിയിട്ടില്ല. സോ ഇൻ്റർനാഷണൽ ട്രിപ്പൊന്നും പ്ലാൻ ചെയ്തിട്ടും കൂടെ ഇല്ല. ഞങ്ങളിങ്ങനെ പറയും ലൈക്ക് നമുക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, നമ്മൾ ഫ്യൂച്ചറിൽ കുറേ പണം സമ്പാദിച്ചിട്ട് ഗേൾസ് ട്രിപ്പ് പോകും അങ്ങനെയൊക്കെ പറയും. ബട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തൊന്നുമില്ല. ഹൗ ടു സ്റ്റഡി ഫോർ എ ലോങ്ങർ ടൈം വിതൗട്ട് ഗെറ്റിംഗ് സ്ട്രെസ് ഇല്ലാണ്ട് ലോങ് ടൈം അങ്ങനെ പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പഠിക്കാൻ പറ്റില്ല. ഈ എക്സാം ടൈമൊക്കെ ആയിരിക്കില്ലേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ലൈക്ക് നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അധികം സ്ട്രെസ് ഇല്ലാണ്ട് പഠിക്കാൻ പറ്റും. ലൈക്ക് നമ്മൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കുമ്പോൾ ഒബ്വിയസ്ലി സ്ട്രെസ് വരും. സോ സ്റ്റാർട്ട് ഏർലി, അത്രയാണ് ഇതിന് പറയാനുള്ളത്. The moment in your life which made you feel like life is worth living. Every day life is worth living. Like എല്ലാ ദിവസവും വേർത്താണ്. എന്താ പറയുക, നമുക്കിപ്പം നമ്മൾ ആക്ച്വലി ഇന്ന് എന്തൊക്കെ കാര്യത്തിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവാനുണ്ട്. ലൈക്ക് നമ്മൾ ഇതൊക്കെ ക്ലീശയാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ലൈക്ക് നമ്മൾ ഇന്നലെ രാത്രി കിടന്നുറങ്ങി രാവിലെ എണീച്ചു. നമ്മൾ രാവിലെ എണീറ്റു, പക്ഷെ രാവിലെ എണീക്കാത്ത ആൾക്കാരുണ്ട്. സോ ആ ഒരു നമ്മൾ രാവിലത്തെ സംഭവം തൊട്ട് രാത്രി വരെ നോക്കുമ്പോൾ ലൈക്ക് കുറേ സ്മോൾ സംഭവം നമ്മൾ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ലൈഫ് ഈസ് വർത്ത് ലിവിങ് അങ്ങനെ തോന്നും. സോ എനിക്ക് ലൈഫ് വേർത്താണെന്ന് എപ്പോഴും തോന്നാറുണ്ട്. ഓൺലി ഫോക്കസ് ഓൺ ചെറിയ ഡീറ്റെയിൽസിൽ ഫോക്കസ് ചെയ്താൽ ലൈക്ക് ലൈഫിൽ നടക്കുന്ന സ്മോൾ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫ് ഈസ് വർത്ത് ലിവിങ് എന്ന് എല്ലാവർക്കും തോന്നും. ഓക്കെ, ആർ യു ഹാപ്പി? യെസ്, ഐ എം ഹാപ്പി. ആർ യു സാഡ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ വിൽ ബി സേയിങ് ഐ എം സാഡ്. ലൈക്ക് ലൈഫ് ഈസ് എ മിക്സ്ചർ ഓഫ് ഹാപ്പിനെസ് ആൻഡ് സാഡ്നെസ്, അങ്ങനെയല്ലേ? ഇപ്പോൾ സാഡ്നെസ് ഇല്ലെങ്കിൽ നമുക്ക് ഹാപ്പിനെസ്സിന് എന്തെങ്കിലും ഒരു വില ഉണ്ടാവുമോ? ലൈക്ക് എല്ലാ ദിവസവും നമ്മൾ എപ്പോഴും ഹാപ്പി, ലൈക്ക് എല്ലാ ദിവസവും ഹാപ്പി, ഒരു സാഡ്നെസ് ഇല്ലെങ്കിൽ ലൈക്ക് ഹാപ്പിനെസ്സിനൊരു വില ഉണ്ടാവില്ല. അറ്റ് ദ സെയിം ടൈം നമുക്കിപ്പം ഭയങ്കര സങ്കടമുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായി, ആ സങ്കടം മാറ്റണമെങ്കിൽ ഒരു മൈന്യൂട്ടായിട്ടുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ ലൈക്ക് ആ ഒരു സാഡ്നെസ് മാറി ഹാപ്പിനെസ് ആവും. ലൈക്ക് വലിയ സാഡ്നെസ് ഉണ്ടെങ്കിലും ഒരു കുഞ്ഞ് ഹാപ്പി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഹോൾ ഹാപ്പി ആവും, ലൈക്ക് ഹോൾ വൈബ് ഹാപ്പി ആവും. സോ എനിക്കെന്താ ഈ ഹാപ്പിനെസ്സിനെ പറ്റിയും സാഡ്നെസ്സിനെ പറ്റി പറയുമ്പം എനിക്ക് ഓർമ്മയില്ല ലൈക്ക് ഹിന്ദിയിലാണോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണോ ഏതൊരു പോം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. സുഖ് തുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു തോന്നുന്നു, ഇതൊന്ന് ഹിന്ദി തന്നെയാണ്. അപ്പോൾ അതിലിങ്ങനെ പറയുന്നുണ്ട് ലൈക്ക് ഹൈസ്കൂളിലെങ്ങാണ്ടാ പഠിച്ചത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എനിക്ക് എന്തോ ഒരു ഓർമ്മ എനിക്കുണ്ട്. നമുക്ക് ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ ലൈക്ക് സാഡ്നെസ് ഉണ്ടെങ്കിൽ ഹാപ്പിനെസ്സിനൊരു വില ഉണ്ടാവും. ദാറ്റ്സ് ട്രൂ. സോ ലൈഫിൽ ഹാപ്പിനെസ്സും വേണം, ഒരു മിനിറ്റ്, അറ്റ് ദ സെയിം ടൈം സാഡ്നെസ്സും വേണം. രണ്ടും ഉണ്ടെങ്കിലേ ലൈഫ് ആവുള്ളൂ. വാട്ട് ഈസ് യുവർ എസ്തെറ്റിക്? എനിക്കറിയില്ല എൻ്റെ എസ്തെറ്റിക് എന്താണെന്ന് എനിക്കറിയില്ല. ലൈക്ക് എങ്ങനെയാണ് എൻ്റെ എസ്തെറ്റിക്? അത് ഞാനല്ലല്ലോ പറയേണ്ടത്. നിങ്ങൾ എൻ്റെ എസ്തെറ്റിക് എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ലൈക്ക് ഐ ഡോണ്ട് നോ മൈ എസ്തെറ്റിക്. വൈ കനോട്ട് ഷൂട്ട് എ ഹോം ടൂർ എന്താ ഷൂട്ട് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ, ഞാൻ ആക്ച്വലി ഒരു റൂം ടൂർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഹോം ടൂറൊക്കെ ഞാനിപ്പം മറ്റന്നാൾ എടുത്തു തരുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എടുത്തു തരാം. എനിക്ക് എന്താ പറയുക, എനിക്കൊരു അങ്ങനെയൊരു ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യും, പക്ഷേ എങ്കിൽ ഇപ്പം ചെയ്യാം അടുത്ത മാസം ചെയ്യാമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റൂല. ലൈക്ക് ഇങ്ങനെ പറഞ്ഞാലപ്പോൾ നടക്കുമെന്ന് എനിക്കൊരു ഉറപ്പില്ലാത്ത കാര്യം ഞാൻ പറയുന്നില്ല. ഹോം ടൂർ ഞാൻ എന്തായാലും ചെയ്യും, പക്ഷേ
കുറച്ചധികം സമയം എടുക്കും. എനിക്ക് ഇനിയും വീട് കുറച്ചുകൂടി ഡെക്കറേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ധൃതി പിടിച്ചിട്ട് ഒരു വീഡിയോ എടുക്കണം എന്നുള്ള രീതിക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ ഇപ്പോൾ ചെയ്യുന്ന റൂം ടൂർ ആണെങ്കിലും റൂം ടൂർ എനിക്ക് ഒന്നുകൂടെ ഞാൻ വിചാരിച്ചു ജാനുവരി തന്നെ ചെയ്യാമെന്ന്. പക്ഷേങ്കിൽ ചെയ്തു വന്നപ്പം ഒന്നാമത് കുറച്ച് ബിസി ആയിപ്പോയോണ്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാനിപ്പോൾ ആലോചിച്ചപ്പം എനിക്കൊരു ഡ്രീം റൂം സെറ്റപ്പ് അങ്ങനെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ കുറച്ചുകൂടെ ഒരു എഫേർട്ട് ഇട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതാണ് ഞാനിങ്ങനെ എഡിബിഡി അപ്ലോഡ് ചെയ്യാഞ്ഞത്. സോ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. എനിക്കിപ്പോൾ എല്ലാവരും റൂം ടൂർ എവിടെയെന്ന് ചോദിക്കുമ്പം സ്ട്രെസ്സായി വരുന്നുണ്ട്. ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. പിന്നെ പെട്ടെന്ന് ഒരു ഇതില്ലാണ്ട് അപ്ലോഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സോ ഞാൻ റൂം ടൂറും ഹോം ടൂറും ഒക്കെ ചെയ്യുന്നതാണ്. റൂം ടൂർ എന്തായാലും പെട്ടെന്ന് ചെയ്യും. നിങ്ങൾ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാമെന്നൊന്നും ചോദിക്കരുത്, ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടും യൂട്യൂബ് ചൂസ് ചെയ്തത് എന്താണ്? എനിക്കറിയില്ല ആ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ പ്രസക്തി ഉണ്ടോയെന്ന്. ബിക്കോസ് യൂട്യൂബ് മാത്രമല്ലല്ലോ എനിക്കുള്ളത്. ഞാൻ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്, പിന്നെ സൈഡായിട്ട് യൂട്യൂബ് ചെയ്തു പോകുന്നുണ്ട്. പിന്നെ യൂട്യൂബ് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ യൂട്യൂബിലേക്ക് വന്ന സ്റ്റോറിയൊക്കെ. ലൈക്ക് യൂട്യൂബും കൂടെ ഉണ്ട്, ബട്ട് യൂട്യൂബ് ഓൺലി ഞാൻ ഈ കോണ്ടൻറ്റ് ക്രിയേഷൻ മാത്രം ചെയ്യുന്നതെങ്കിൽ എനിക്കിതിനൊരു ആൻസർ ഉണ്ടാവും. പക്ഷേ ഞാനിത് മാത്രമല്ലല്ലോ ഫോക്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യന് ഇവിടെ ഒരു പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. 10th സ്റ്റാൻഡേർഡ് എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ലൈക്ക് 10th ഒക്കെ കഴിഞ്ഞിട്ട് കാലം കുറേ ആയി. മേ ബി ചിലപ്പോൾ ഗ്രേഡ് ആയിരിക്കും അല്ലേ ചോദിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പഠിക്കുകയൊക്കെ എങ്ങനെയായിരുന്നു, പഠിത്തത്തിനെ പറ്റിയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, എനിക്കറിയില്ല. 10th സ്റ്റാൻഡേർഡ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഒരു മിക്സഡ് എക്സ്പീരിയൻസ് ആണ്. ഒരു പബ്ലിക് എക്സാം എഴുതാൻ പോകണം, പഠിക്കണം, A+, ഫുൾ A+, അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു ഇതുള്ള സമയമാണ് 10th സ്റ്റാൻഡേർഡ്. സോ സ്ട്രെസ്സായിരുന്നു എന്ന് വെച്ചാൽ സ്ട്രെസ്ഫുൾ ആയിരുന്നു, ബട്ട് വേഗം കഴിഞ്ഞു പോയ പോലെ ഉണ്ട്. എനിക്ക് 10th ഗ്രേഡ് ആണെങ്കിലും എനിക്കിങ്ങനെ ഫുൾ A+ ഒന്നും ഇല്ല. എനിക്ക് മാത്സിന് എനിക്ക് A ഗ്രേഡ്, ബാക്കിയൊക്കെ A+ ഉണ്ടായിരുന്നു. 10th ഗ്രേഡ് കൊണ്ടൊന്നും ഇപ്പോൾ വലിയ കാര്യമില്ല. പിന്നെ ഇപ്പോഴും A+ ഒക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ഇപ്പോഴും A+ ആ ഒരു ഇതൊക്കെ ഉണ്ടോ? ആൻഡ് അഡ്വൈസ് ഫോർ ടീനേജേഴ്സ് എന്ന് പറയുമ്പം എന്താ പറയുക, പിന്നീട് റിഗ്രറ്റ് വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് നിൽക്കുക. പിന്നെ ഫോക്കസ് ഓൺ യുവർ സെൽഫ്. ലൈക്ക് വേറെ നമ്മൾ ഈ ഒരു സമയത്ത് കുറേ ഇത് വരും, ലൈക്ക് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് ഫോക്കസ് ഓൺ യുവർ സെൽഫ്. ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. ലൈക്ക് കടിൽ ടോക്സിൽ ടീനേജേഴ്സിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലൈക്ക് അത് കണ്ടു നോക്കിയാൽ ഇതിനുള്ള ആൻസർ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ടീനേജേഴ്സിനോട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഫോക്കസ് ഓൺ യുവർ സെൽഫ്. കുറേ കാര്യങ്ങളുണ്ടാവും, അപ്പം ലൈക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതൊന്നും വലിയ പ്രോബ്ലം അല്ല. ആ ഒരു സമയത്ത് നമുക്കതൊരു വലിയ പ്രോബ്ലം ആയിട്ടൊക്കെ തോന്നിയേക്കാം, പക്ഷേ ലൈഫിൽ അതൊന്നും ഒരു വലിയ പ്രോബ്ലം ആവില്ല. സോ അത്രയേ ഉള്ളൂ. A word I always focus is growth. Your ഇൻസെക്യൂരിറ്റി ആക്ച്വലി എനിക്ക് കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു തിയറി പ്രകാരം നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് പുറത്ത് പറയാൻ പാടില്ല. ലൈക്ക് മേ ബി ഈ ഒരു തിയറി ഞാൻ കുറച്ച് കാലം കഴിഞ്ഞാൽ മാറ്റുമായിരിക്കും. ബട്ട് കറൻ്റ്ലി നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് നമ്മൾ പുറത്ത് പറയാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ലൈക്ക് നമുക്കിപ്പോൾ കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ഹാബിറ്റ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ട്രൈറ്റ്സിലുള്ള എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കലി എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും. അങ്ങനെ പല ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും. അപ്പം എൻ്റെ ഇതിൽ നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് പുറത്തൊരാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കും. ആൻഡ് അവർ മേ ബി ആ ഒരു ഇൻസെക്യൂരിറ്റി നമുക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മളെ നോക്കി കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് എനിക്ക് ഈ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടല്ലോ എന്നുള്ള രീതിക്ക് നമ്മളെ നോക്കി തുടങ്ങും. അപ്പം അതത്ര നല്ലതല്ല എന്ന് എനിക്ക് തോന്നി. ഞാനിപ്പം എൻ്റെ ഫേസിൽ ഈ ഒരു പാർട്ട് എനിക്ക് ഇൻസെക്യൂർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി ആ ഒരു നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പേഴ്സണിന് അതൊരു ഇൻസെക്യൂർ ആയിട്ടുള്ളൊരു സംഭവമാണ് എന്ന് തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് നമ്മൾ പറഞ്ഞതുകൊണ്ട് ആൾ ചിലപ്പം ആ ഒരു പാർട്ടിനെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ മേ ബി അങ്ങനത്തെ ഒരു ഇതെന്ന് തോന്നിപ്പോയാലോ, മേ ബി. സോ ഇഫ് യു വോണ്ട് ടു സേ നമ്മുടെ ഇൻസെക്യൂരിറ്റീസിനെ പറ്റി ആരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം.
അത് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. മേ ബി ദേ മോട്ടിവേറ്റ് അസ്. ചിലപ്പോൾ ആ ഇൻസെക്യൂരിറ്റി മാറാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ കണ്ട എല്ലാവരോടും നമുക്ക് അത് ഇൻസെക്യൂർ ആണെന്ന് പറയണോ എന്ന് ചോദിച്ചാൽ നോ, അങ്ങനെയാണ് എനിക്ക് ഇപ്പം തോന്നുന്നത് കേട്ടോ. മേ ബി ഈ ഒരു കാഴ്ചപ്പാട് കുറച്ച് കഴിഞ്ഞാൽ മാറുമായിരിക്കും, ബട്ട് എനിക്കിങ്ങനെ ഇപ്പം തോന്നുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോപ്പ് 5 ലെസൺസ് യു ലേൺഡ്. ഈ ടോപ്പ് 5 ലെസൺസ് ഒക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പം എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊന്നും ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ ടോപ്പ് 5 ലെസൺസ് 5 ഉണ്ടാവുമെന്നും അറിയില്ല. പക്ഷെ ഞാൻ കുറച്ച് ലെസൺസ് പറഞ്ഞുതരാം ഞാൻ പഠിച്ചതിൽ വെച്ചിട്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരാഗ്രഹം വന്നു, ലൈക്ക് ഇപ്പം നമുക്ക് ഇപ്പോൾ എന്താ പറയുക ഇപ്പം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പിന്നെ ചെയ്യാമെന്ന് മാറ്റി വെക്കാണ്ട് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടക്കും. നമ്മളത് ഇങ്ങനെ പിന്നെ ചെയ്യാമെന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല. അതൊരു കാര്യം. പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എല്ലാവരോടും പോയി പറയാണ്ട് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. എനിക്കിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഒരു 10 പേരോട് പറഞ്ഞതിന് ശേഷം നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാണ്ട് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഫസ്റ്റ് അത് ചെയ്യുക. ഓക്കെ, അത് സെക്കൻഡ് കേട്ടോ. തേർഡ് വൺ, ഫോക്കസ് ഓൺ യുവർ സെൽഫ്. നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി കാരണം എന്തെങ്കിലും ചെയ്യാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ചെയ്യണം. പക്ഷേ ചില ഇൻസെക്യൂരിറ്റീസ് കാരണം അത് ചെയ്യാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസെക്യൂരിറ്റി ഇല്ലയെന്ന് വിചാരിക്കുക, നിങ്ങൾ ചെയ്യുക. ഓക്കെ, അത് ചെയ്താൽ മേ ബി ആ ഇൻസെക്യൂരിറ്റി മാറി വരും. ഓക്കെ, അത് 3 എനിക്കിപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത്. ഓക്കെ, 5 ലെസൺ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 3 തന്നെ ലൈഫിലുണ്ടെങ്കിൽ ലൈഫ് നല്ലതായിരിക്കും. വാട്ട് ഈസ് ദ തിങ് യു വാണ്ടഡ് ടു സ്റ്റോപ്പ് ഫ്രം യുവർ ഹാബിറ്റ്സ് ഓർ ലൈഫ്? എനിക്കിപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് പ്രോക്രാസ്റ്റിനേഷനാണ്. ഞാൻ എപ്പോഴും ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെച്ചാലും ചെയ്ത് തീർക്കുന്നതാണ്. പക്ഷേ സ്ട്രെസ്ഫുൾ ആയിരിക്കും. പക്ഷേ എനിക്ക് പ്രോക്രാസ്റ്റിനേഷൻ മാറ്റണം. എനിക്ക് ടൈം കിട്ടുമെങ്കിലും ഞാൻ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കുന്ന ഒരാളാണ്. സോ അത് ഒഴിവാക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് യു കുഡ് ഡിസ്ക്രൈബ് യുവർ വൈബ് ഇൻ 3 words, വാട്ട് വുഡ് ദേ ബി? എനിക്കറിയില്ല. ലൈക്ക് എൻ്റെ വൈബ് എങ്ങനെ ഞാൻ പറയാ? എൻ്റെ വൈബ് വേറൊരാളല്ലേ പറയേണ്ടത്. ഓക്കെ, എൻ്റെ വൈബ് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഞാനങ്ങനെ ഐ ഡോണ്ട് നോ. എൻ്റെ വൈബ് ഡിപ്പെൻസ് ആണ്. ലൈക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ എങ്ങനെയാണോ അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എൻ്റെ വൈബ് ഉണ്ടാവുക. ഞാൻ എല്ലാവരോടും ഒരേപോലെ അല്ല. ഇറ്റ് ഡിപ്പെൻസ്. സോ ഐ ഡോണ്ട് നോ. ഡ്രീം ജോബ്, ഞാനിവിടെ ഒരു മീം വെക്കാം. കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മീം വെക്കാം. ദാറ്റ്സ് മൈ ഡ്രീം ജോബ്. യുവർ ചൈൽഡ്ഹുഡ്. ആക്ച്വലി എൻ്റെ ചൈൽഡ്ഹുഡ് നല്ല ചൈൽഡ്ഹുഡായിരുന്നു. ഐ ഡോണ്ട് ഹാവ് മച്ച് ട്രോമ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എൻ്റെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്നില്ല. ഐ എം സോ ഗ്രേറ്റ്ഫുൾ അബൌട്ട് ദാറ്റ്. സോ എൻ്റെ ചൈൽഡ്ഹുഡ് നല്ലതായിരുന്നു. എന്താ പറയുക, ഞാൻ ഭയങ്കര നൊസ്റ്റാൾജിക് പേഴ്സണാണ്. എനിക്ക് എന്തുണ്ടെങ്കിലും ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡുമായിട്ട് കണക്ട് ചെയ്യും. ഇപ്പം ചെറിയൊരു കാര്യങ്ങളാണെങ്കിലും ഇപ്പം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഞാനത് വേഗം എൻ്റെ ചൈൽഡ്ഹുഡുമായിട്ട് കണക്ട് ചെയ്യും. ലൈക്ക് ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെയും എന്തോ എനിക്ക് ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഓർമ്മ ഉണ്ടാവാറുണ്ട്. ഞാൻ ബസ്സിലൊക്കെ പോകുമ്പം എന്തെങ്കിലും ഒരു ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മയോട് പറയും, അമ്മയും ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെയും ഞാൻ അങ്ങോട്ട് പറയും. ലൈക്ക് എനിക്ക് ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മ ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ലൈക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് സിബ്ലിങ്സ് ഒന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് കളിക്കും. ടീച്ചേഴ്സും സ്റ്റുഡൻസൊക്കെ ഒറ്റയ്ക്ക് കളിക്കും. ഞാൻ അപ്പുറത്തെ വീട്ടിലൊന്നും പോയി ഇരുന്ന് കളിക്കാറില്ല. ഒറ്റയ്ക്ക് കളിക്കും. ടീച്ചറും ഞാൻ, കുട്ടിയും ഞാൻ, പാരൻറ്റും ഞാൻ, അങ്ങനെ കളിക്കും. പിന്നെ ടീച്ചേഴ്സ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഞാൻ കുറേ ഞാൻ ടിക്കറ്റൊക്കെ എനിക്ക് എന്താ പറയുക, മൈ ചൈൽഡ്ഹുഡ് വാസ് ഗുഡ്. ഞാനിങ്ങനെ എൻ്റെ ചൈൽഡ്ഹുഡിൽ മെയിനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ലൈക്ക് ഞാൻ കളിക്കും. ഞാൻ കുറേ സമയം ഇരുന്ന് ടി വി കാണും. പിന്നെ ഞാൻ കുറേ സമയം ഇരുന്ന് ടി വി കാണും. അപ്പോൾ എനിക്ക് ഞാൻ പണ്ട് കണ്ട കാർട്ടൂൺസൊക്കെ റീൽസിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാവും. ലൈക്ക് ഞാൻ ചെറുതായി എത്ര പെട്ടെന്നാണ് വലുതായത്, ചെറുതായിട്ട് തന്നെ ഇരുന്നാൽ മതിയെന്നും അങ്ങനെയൊക്കെ ഇങ്ങനെ തോന്നും. സോ എൻ്റെ ചൈൽഡ്ഹുഡ് ഭയങ്കര നല്ലതായിരുന്നു. എനിക്കിഷ്ടമുള്ളൊരു സമയമായിരുന്നു ചൈൽഡ്ഹുഡ്. പിന്നെ ഇതിൻ്റെ കൂടെയല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ആരോ ചോദിച്ചിട്ടുണ്ട്, ലൈക്ക് എനിക്ക് സിബ്ലിങ്സ് ഇല്ലല്ലോ, അപ്പോൾ എനിക്കൊരു അലോൺ ഫീൽ ഉണ്ടായിരുന്നു. നോ, എന്താ അറിയില്ല, എനിക്ക് ഒറ്റയ്ക്കായാലും ഐ വാസ് സോ ഹാപ്പി. ലൈക്ക് എനിക്കൊരു സിബ്ലിങ് വേണം, എനിക്ക് ഒരു ഏട്ടനല്ല, എനിക്കൊരു അനിയത്തി വേണം, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ആക്ച്വലി എനിക്കങ്ങനെ അഗാധമായി അങ്ങനെ വേണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടില്ല. ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേങ്കിൽ
എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ചേച്ചി ഉണ്ടാവും. അപ്പോൾ ചേച്ചി അനിയത്തിയൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിയിടുമ്പം ഞാനിങ്ങനെ ചേച്ചിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഡ്രസ്സ് വേറൊക്കെ ഇടയിനും അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലുണ്ട്. അല്ലാണ്ട് എനിക്കങ്ങനെ എന്താ പറയുക ഇത് വേണം എന്നുള്ളൊരു തോട്ട് വന്നിരുന്നില്ല. മൈ ചൈൽഡ്ഹുഡ് വാസ് ഗുഡ്. ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിലത്തെ കുറേ വീഡിയോസ് പിക്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു വീഡിയോ കൊടുക്കാം കേട്ടോ. എൻ്റെ ചൈൽഡ്ഹുഡിലെ കുറച്ച് വീഡിയോസൊക്കെയാണ്. ഇനിയും കുറേ വീഡിയോസൊക്കെ ഉണ്ട്, പക്ഷേ എവിടെയാണെന്നൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ കയ്യിലുള്ള 2 വീഡിയോ ഞാനിവിടെ കൊടുക്കാം. അല്ല, ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. Next question. Do you plan your videos or record spontaneously? അതും ആക്ച്വലി ഞാൻ രണ്ടും ചെയ്യാറുണ്ട്. ഞാൻ ചില സമയം പറയാറുണ്ട്, ഞാൻ ഇന്ന് രാവിലെ എണീറ്റപ്പം റൂമൊക്കെ നല്ല വൈബാണ്, അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ തോന്നി എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ സ്ട്രോബെറി വ്ളോഗ് അതുപോലെ വാട്ടർമെലൺ വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത് മുന്നേ പ്ലാൻ ചെയ്യും, എനിക്കിങ്ങനെ ചെയ്യണം, ഈ വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യും. ആക്ച്വലി വൈകുന്നേരമായി, ലൈറ്റൊക്കെ പോകാനായി, പുറത്ത് കുറേ പക്ഷികൾ കൂട്ടിപ്പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ അവരൊക്കെ നല്ലതായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ കേൾക്കുമായിരിക്കും. അവർ വീട്ടിൽ പോട്ടെ, നമുക്ക് ഇവിടുന്ന് സംസാരിക്കാം. അവരെ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. കോഴി. ഓക്കെ, അപ്പോൾ എവിടെ ഞാൻ പറഞ്ഞേ? അപ്പം ഞാൻ രണ്ടും ചെയ്യാറുണ്ട്. ലൈക്ക് അങ്ങനത്തെ ചില വീഡിയോസൊക്കെ, ഇപ്പം ഇന്നത്തെ വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് വീഡിയോ എടുത്തത്. ഇത്രയോ കാലമായിട്ട് ഞാൻ പ്ലാൻ ചെയ്തൊരു വീഡിയോ ആണിത്. പക്ഷേങ്കിൽ പ്ലാൻ ചെയ്ത് ഒക്കെ സെറ്റായി വരണമല്ലോ. അപ്പം അങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ചില വീഡിയോസ് സ്പോണ്ടേനിയസ്ലി ഇന്ന് അടിപൊളി വൈബാണ്, ഇന്ന് കുറച്ച് ഹാപ്പനിങ് ആയിട്ടുള്ള ഡേ ആണ് എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാറുണ്ട്. അത്രയൊക്കെ തന്നെ. ഫേവറേറ്റ് ഫുഡ്, എൻ്റെ ഫേവറേറ്റ് ഫുഡ് ബിരിയാണിയാണ്. ഓൾ ടൈം ഫേവറേറ്റ് ബിരിയാണിയാണ്. രാവിലെ ചായക്കൂട്ടലിന് ബിരിയാണി തന്നോ ഞാൻ കഴിക്കും. ഉച്ചയ്ക്കത്തെ ചോറ് ബിരിയാണി ആയിട്ട് ഞാൻ കഴിക്കും. ഡിന്നർ ബിരിയാണി ആയിട്ട് ഞാൻ കഴിക്കും. ഇനിയിപ്പോൾ എന്താ, എപ്പം ബിരിയാണി എനിക്ക് തന്നാലും ഞാൻ കഴിക്കും. ബിരിയാണി ഇസ് മൈ ഫേവറേറ്റ്. അതും ചിക്കൻ ബിരിയാണി അങ്ങനെ ചിക്കൻ ബിരിയാണി നല്ല ബിരിയാണി കഴിക്കണം കേട്ടോ. അല്ലാണ്ട് എന്തോ ഒരു ബിരിയാണി ഒന്നും ഞാൻ കഴിക്കില്ല. പക്ഷേ ബിരിയാണി ഈസ് മൈ കംഫർട്ട് ഫുഡ്. പിന്നെ എന്താ, ബിരിയാണി തന്നെ എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം. ലൈക്ക് അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ്. എൻ്റെ ഫേവറേറ്റ് ബിരിയാണിയാണ്. വൺ തിങ് യു കാൺട്ട് ലിവ് വിത്തൗട്ട്. അങ്ങനെ എന്താ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ കിടന്നുറങ്ങും, അങ്ങനെയൊന്നുമില്ല. ഓക്കെ. കംഫർട്ട് സോൺ, എൻ്റെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ പെറ്റ്, പിന്നെ എൻ്റെ റൂം, എൻ്റെ വീട്. ഇവിടെ നിന്നാണ് ബ്രൗൺ കുഷ്യൻ ആൻഡ് പില്ലോ വാങ്ങിച്ചത്. അത് എനിക്കൊരു കൊളാബ് കിട്ടിയതാണ്. ഞാനിവിടെ പേജ് മെൻഷൻ ചെയ്യാം. ഒരു അറൗണ്ട് 2 years ഒക്കെ ആയി കിട്ടിയിട്ട്. ഇനി കുറച്ച് ഫേവറേറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് ഫേവറേറ്റ് സോങ്, ഫേവറേറ്റ് കളർ, ഫേവറേറ്റ് ഫ്രൂട്ട്, ഫേവറേറ്റ് വെജിറ്റബിൾ, ഫേവറേറ്റ് മൂവി, ഫേവറേറ്റ് ഫ്ലവർ. ഓരോന്ന് വെച്ച് ഞാൻ പറയാം. ഫേവറേറ്റ് സോങ്, അങ്ങനെ ഫേവറേറ്റ് സോങ് ഒക്കെ ഉണ്ടാവും ഒരാൾക്ക്. ലൈക്ക് ഇറ്റ് ഡിപ്പെൻസ്, അങ്ങനെയല്ലേ. ഞാൻ എല്ലാ ടൈപ്പ് ഓഫ് മ്യൂസിക്കും കേൾക്കാറുണ്ട്. ലൈക്ക് എന്താ പറയുക, പഴയ പാട്ട് കേൾക്കാറുണ്ട്, പുതിയ പാട്ട് കേൾക്കാറുണ്ട്, പഴയ മലയാളം സോങ് കേൾക്കാറുണ്ട്, പുതിയ മലയാളം സോങ് കേൾക്കാറുണ്ട്, ബോളിവുഡ് സോങ് തന്നെ പഴയതും കേൾക്കാറുണ്ട്, പുതിയതും കേൾക്കാറുണ്ട്, ഇംഗ്ലീഷ് സോങ് കേൾക്കാറുണ്ട്, എല്ലാ സോങ് കേൾക്കാറുണ്ട്. അപ്പം ഇറ്റ് ഡിപ്പെൻസ്, ലൈക്ക് മൂഡ് അനുസരിച്ചാണ് എനിക്ക് ഫേവറേറ്റ് സോങ് ഉണ്ടാവുക. ആൻഡ് ഒരു ബാൻഡ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാൻഡ് ഞാൻ പറയാം. ദ നൈബർഹുഡ് എന്നാണ് ബാൻഡിൻ്റെ പേര്. ഞാൻ കഴിഞ്ഞ Q&Aയിൽ ഇങ്ങനെ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ പറഞ്ഞത്. പിന്നെ ഫേവറേറ്റ് കളർ യെല്ലോ, പിന്നെ ബ്ലൂ ഇഷ്ടമാണ്. എനിക്ക് എല്ലാ കളേഴ്സും ഇഷ്ടമാണ്. ഞാൻ പണ്ടൊക്കെ നമുക്ക് ചെറുപ്പത്തിലൊക്കെ നമുക്ക് എന്താ പറയുക, ചില കളേഴ്സ് നമുക്ക് പിങ്ക്, ബ്ലൂ, ആ കളറൊക്കെയാണ് മെയിനായിട്ട് ഇഷ്ടം ഉണ്ടാവുക. അപ്പം ഞാനൊരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് നോക്കിയാൽ തോന്നുന്നു, അമ്മേൻ്റോട് വന്ന് ചോദിച്ചു ലൈക്ക് അമ്മേൻ്റെ ഫേവറേറ്റ് കളർ ഏതാ. അപ്പം അമ്മ പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് എല്ലാ കളേഴ്സും ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് എല്ലാ കളേഴ്സും ആർക്കെങ്കിലും ഇഷ്ടമാവുമോ, ലൈക്ക് നമുക്കൊരു ഫേവറേറ്റ് കളർ ഉണ്ട്. എനിക്ക് ആ സമയത്ത് ഇഷ്ടമില്ലാത്ത കളേഴ്സും ഉണ്ട്. ലൈക്ക് എനിക്ക് ഓറഞ്ച് ഇഷ്ടമല്ലായിരുന്നു, അതുപോലെ തന്നെ ഗ്രീൻ ഇഷ്ടമല്ല,
അങ്ങനെ ചില കളേഴ്സൊന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇപ്പം എനിക്ക് എല്ലാ കളേഴ്സും ഇഷ്ടമാണ്. അന്ന് അമ്മ പറഞ്ഞു എല്ലാ കളേഴ്സും ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു എല്ലാ കളേഴ്സും എങ്ങനെ ഒരാൾക്ക് ഇഷ്ടമുണ്ടാവും അങ്ങനെയൊക്കെ വിചാരിച്ചു. ബട്ട് ഗ്രോയിങ് അപ്പ് എല്ലാ കളേഴ്സിനും അതിൻ്റേതായിട്ടുള്ള ബ്യൂട്ടി ഉണ്ട്. ആൻഡ് എനിക്ക് എല്ലാ കളേഴ്സും ഇപ്പം ഇഷ്ടമാണ്. ഒരു കളർ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുള്ള കളറൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്ത് പറഞ്ഞാലും അത് ചൈൽഡ്ഹുഡുമായിട്ട് കണക്ട് ചെയ്യും. ഞാനിങ്ങനെ എന്നോട് പറഞ്ഞു പോകും. ഫേവറേറ്റ് ഫ്രൂട്ട്, എനിക്ക് എല്ലാ ഫ്രൂട്ടും ഇഷ്ടമാണ്, ഞാൻ എല്ലാ ഫ്രൂട്ടും കഴിക്കും. പക്ഷെ എനിക്ക് ഫ്രൂട്ടൊക്കെ ചെത്തി കഴിക്കാൻ ഭയങ്കര മടി, ആരെങ്കിലുമൊക്കെ മുറിച്ച് തരണം. ഫേവറേറ്റ് വെജിറ്റബിളും എനിക്ക് ചോറിൻ്റെ കൂടെ എന്തെങ്കിലും ഉപ്പേരി അല്ലെങ്കിൽ തോരൻ ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കും. എനിക്ക് കയ്പ എന്ന് എല്ലായിടത്തും പറയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കയ്പ എന്ന് വെച്ചാൽ മറ്റേ കയ്പുള്ള സാധനം, ഞാനിവിടെ കാണിക്കാം. ഈ സാധനം എനിക്കിഷ്ടമല്ല, പക്ഷെ ബാക്കി എല്ലാ വെജിറ്റബിളും ഞാൻ കഴിക്കും. ഫേവറേറ്റ് മൂവി എനിക്ക് കുറേ മൂവീസ് ഉണ്ട്, അങ്ങനെ സ്പെസിഫിക്കലി ഒന്നും എടുത്ത് പറയാൻ അറിയില്ല. ജോൺറ് പറയാനാണെങ്കിൽ ക്രൈം ത്രില്ലേഴ്സ്, സൈക്കോ ത്രില്ലേഴ്സ്, ടൈം ട്രാവൽ ഇഷ്ടം. ഫേവറേറ്റ് ഫ്ലവർ ലില്ലി ഇഷ്ടമാണ്, ടുലിപ്പ് ഇഷ്ടമാണ്, സൺഫ്ലവർ ഇഷ്ടമാണ്, റോസ് ഇഷ്ടമാണ്, എല്ലാ ഫ്ലവേഴ്സും ഇഷ്ടം. എബൌട്ട് മാരേജ്, എബൌട്ട് കല്യാണം ഞാനത് ചിന്തിച്ചിട്ടും കൂടെ ഇല്ല. 23 വയസ്സായി, പക്ഷെ 23 വയസ്സിലൊക്കെ കല്യാണം കഴിക്കുന്നവരുണ്ട്. ബട്ട് ഞാൻ അങ്ങനെ എന്താ പറയുക, അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. എൻ്റെ അമ്മയ്ക്കൊക്കെ 23 വയസ്സാകുമ്പോഴേക്കും ഞാനുണ്ട്. എന്ത് പറയാനാ, കാലം മാറി. ഹോം ടൂർ എന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ഞാൻ ആൻസർ പറഞ്ഞില്ലേ അല്ലേ, എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലത് പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ഒരു വീഡിയോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇത് വർക്ക് ചെയ്യാത്തതുകൊണ്ട് നിർത്തിയതാണ്. അതുകൊണ്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഹോം ടൂറിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫുള്ളി കൺഫ്യൂസ്ഡാണ്. വൺ ഹാബിറ്റ് ദാറ്റ് ചേഞ്ച്ഡ് യുവർ ഹോൾ ലൈഫ്. രാവിലെ എണീക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ലൈക്ക് ഞാൻ രാവിലെ എണീച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യൊന്നുമില്ല, രാവിലെ എണീറ്റ് വെറുതെ ഇരിക്കുകയുള്ളൂ. പക്ഷെ എനിക്ക് രാവിലെ എണീക്കുന്നത് ഇഷ്ടമാണ്. രാവിലെ എണീച്ചാൽ അന്നത്തെ ദിവസം അടിപൊളിയാണ്, പോസിറ്റീവാണ് എന്നൊക്കെ തോന്നാറുണ്ട്. ഞാൻ കുറേ വർഷമായി ഞാൻ അങ്ങനെ എന്താ പറയുക, ഒരു 8 മണിക്കുള്ളിൽ 7:30-ക്കുള്ളിലൊക്കെ ഞാൻ എപ്പോഴും എണീക്കാറുണ്ട്. ഒരു 6 മണിക്കൊക്കെ ഞാൻ കണ്ണ് തുറക്കാറുണ്ട്. പക്ഷേ കിടക്കുന്ന പൊന്താൻ കുറച്ച് ടൈം കഴിയുന്നല്ലാണ്ട് ഞാൻ എണീക്കാറുണ്ട്. പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഹാബിറ്റാണ് നേരത്തെ എണീക്കുന്നത്. അല്ല എല്ലാവർക്കും ഒന്നും നേരത്തെ എണീക്കണമെന്നില്ല. ചിലർ പുലർച്ചെ വരെയൊക്കെ പഠിച്ചിട്ട് രാവിലെ കുറേ സമയം കിടക്കുന്നവരൊക്കെ ഉണ്ട്. പേഴ്സണലി എനിക്ക് രാവിലെ എണീക്കുന്നത് കുറച്ച് നല്ലതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അടുത്തത് എബൌട്ട് മൈ കൈൻഡ് തെറാപ്പി. ഞാൻ ആ പേജ് കണ്ട് ഇൻസ്പയർഡ് ആക്കി ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തു, ബട്ട് റീച്ച് ഇല്ല. എനി ടിപ്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ, ഞാൻ യൂട്യൂബിൻ്റെ കാര്യം പോലെയാണ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ കാര്യം. ഞാൻ റീച്ച് എന്ന് വിചാരിച്ചൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് റീച്ച് ആയിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ ഓരോ റീലിടുമ്പോൾ ഇത് റീച്ച് ആയിട്ടില്ലെങ്കിൽ സങ്കടം, അങ്ങനത്തെ ഒന്നുമില്ല. അങ്ങനെ എക്സ്പെക്റ്റേഷൻ വെക്കാത്തതുകൊണ്ട് ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആവാറില്ല. സോ എനിക്കങ്ങനെ ടിപ്സ് എന്ന് പറയാൻ എന്താ, ഇൻസ്റ്റഗ്രാമിൽ കൺസിസ്റ്റൻസി വേണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് വീക്ക്ലി ഒരു 2 to 3 വീഡിയോസ് ഒക്കെ ഇടുന്നത് നല്ലതായിരിക്കും, റീച്ച് ആവാൻ നല്ലതായിരിക്കും. പിന്നെ നല്ല നല്ല കോണ്ടന്റ് കൊടുക്കുക. ഈ ഇൻസ്റ്റഗ്രാമിൽ ഇൻസ്പയർഡ് ആവാം. ആൻഡ് ഇൻസ്പയർഡ് ആയിട്ടാണ് കുറേ വീഡിയോസൊക്കെ ചെയ്യുക. പിന്നെ ട്രെൻഡ് അനുസരിച്ചാണല്ലോ വീഡിയോസ് പോവുക. സോ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡ് അനുസരിച്ച് വീഡിയോസ് ചെയ്യുക. പിന്നെ ഇഫ് യു ഹാവ് എനി ഐഡിയാസ് അതും വർക്ക് ചെയ്ത് നോക്കുക, നല്ല റീച്ച് കിട്ടും. അത്രയൊക്കെ തന്നെ. പിന്നെ ആ അക്കൗണ്ടിനെ പറ്റി പറയാനാണെങ്കിൽ ഇപ്പം 2 years കഴിഞ്ഞു. ഞാൻ അല്ലെങ്കിലും ഇങ്ങനെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യും, എന്നിട്ട് എൻ്റെ പ്രൈവറ്റ് അക്കൗണ്ടിൽ സ്റ്റോറിയൊക്കെ ഇടും. അപ്പം ഒരു നിമിഷത്തിൽ എനിക്കെന്തോ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നി, ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ യൂട്യൂബിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ തോന്നി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ എഡിറ്റൊക്കെ ഇട്ടു തുടങ്ങി. എൻ്റെ 4 ഫ്രണ്ട്സിനോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇതൊന്നും അങ്ങനെ പറയേണ്ട കാര്യമല്ലല്ലോ. ഞാനിങ്ങനെ റീച്ച് കൂട്ടണം, ഫോളോവേഴ്സ് കൂട്ടണം എന്ന് പറഞ്ഞ് ചെയ്യാത്തതുകൊണ്ട് ഇതങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ 4 ഫ്രണ്ട്സിനോട് പറഞ്ഞു, ദേ ഫോളോഡ്, എൻ്റെ പ്രൈവറ്റ് അക്കൗണ്ടിൽ ഫോളോ ചെയ്തു. ലൈക്ക് അങ്ങനെ 5 ഫോളോവേഴ്സ് ഉണ്ടാവും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിടുന്നു. ഒരു 4 or 5ാമത്തെ വീഡിയോ എന്തോ റീച്ചായി എന്ന് പറയുമ്പം അത് 5 million കയറി. അപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് അപ്പോൾ ആ ഒരു 100 ഫോളോവേഴ്സിൽ നിന്ന് റൈസ് ചെയ്ത് ഒരു 2500 ഫോളോവേഴ്സിലേക്ക് ആ ഒരു 5 million ഫോളോവേഴ്സിൽ നിന്ന് കയറി. അപ്പോഴാണ് റീച്ച് ആയത്. ആൻഡ്
കുറേ പേര് അറിഞ്ഞു, ഫോളോ ചെയ്തു, കുറേ ഗുഡ് കമൻസ് ഒക്കെ വന്നു, കുറേ ഗുഡ് മെസ്സേജസ് ഒക്കെ വന്നു. സോ ഞാൻ ഇൻസ്പയർഡായി, ഇനിയും വീഡിയോസ് ഇടാൻ ഇൻസ്പയർഡായി. അങ്ങനെയാണ് അത് ഇങ്ങനെ ഗ്രോ ചെയ്ത് വന്നത്. എനിക്ക് ടിപ്സ് പറയാൻ ചോദിച്ചാൽ, ഞാനങ്ങനെ പ്ലാൻ ചെയ്തിട്ടല്ല യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആയാലും സ്റ്റാർട്ട് ചെയ്തത്. യൂട്യൂബ് സാലറി ഓർ ഇൻകം. ആക്ച്വലി യൂട്യൂബ് സാലറി എന്നൊന്നും പറയാൻ മാത്രമുള്ള സാലറി അങ്ങനെയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇൻകം കിട്ടിയിട്ടുണ്ട്, പക്ഷെ മന്ത്ലി നമ്മൾ കുറച്ച് ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ, കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നല്ല പൈസ കിട്ടും. പക്ഷേ ഞാനത്ര, ചില സമയത്ത് ഞാൻ കൺസിസ്റ്റൻ്റ് ആണ്, ചില സമയത്ത് ഞാൻ കൺസിസ്റ്റൻ്റ് അല്ല. സോ എനിക്കങ്ങനെ ഫിക്സ്ഡ് ആയിട്ടൊരു പൈസ പറയാൻ പറ്റില്ല. ബട്ട് നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുന്നവരാണെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് ഓഫ് കോണ്ടന്റ് ഇട്ട് എങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് പൈസ കയറാമെന്ന് അറിയുമായിരിക്കും. സോ അങ്ങനെ ഇൻകം സാലറി എന്നൊന്നും പറയാൻ മാത്രമൊന്നുമില്ല. ഹൗ ടു മേക്ക് എ ഡേ മോർ പ്രൊഡക്റ്റീവ്, ലൈക്ക് ഇറ്റ് ഡിപ്പെൻസ്. ലൈക്ക് എനിക്ക് പേഴ്സണലി പറയാനാണെങ്കിൽ, എനിക്കിപ്പോൾ ഒരു ദിവസം ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ഒരു സിനിമ കണ്ടാൽ എനിക്ക് അന്നത്തെ ദിവസം പ്രൊഡക്റ്റീവ് ആവും. റീൽസ് സ്ക്രോൾ ചെയ്യാണ്ട് ഞാൻ വേറെ എന്തെങ്കിലും ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം പ്രൊഡക്റ്റീവായിട്ട് തോന്നും. അല്ലെങ്കിൽ ഒരു ജേർണൽ സ്പ്രെഡ് ചെയ്താൽ അന്നത്തെ ദിവസം പ്രൊഡക്റ്റീവായി. അതുപോലെ തന്നെ ചിലർക്ക് ചിലപ്പോൾ ഒരു 3 മണിക്കൂർ ഇരുന്ന് പഠിച്ചാലും അന്നത്തെ ദിവസം പ്രൊഡക്റ്റീവ് ആവാത്ത പോലെ ഫീൽ ചെയ്യും. ഇറ്റ് ഡിപ്പെൻസ്. എനിക്ക് ചെറിയ എന്തെങ്കിലും കാര്യം ചെയ്താൽ തന്നെ അന്നത്തെ ദിവസം പ്രൊഡക്റ്റീവാണ്. എനിക്കിപ്പോൾ ഇന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് അത് അപ്ലോഡ് ചെയ്താൽ എനിക്ക് അന്നത്തെ ദിവസം പ്രൊഡക്റ്റീവാണ്. സോ ഇറ്റ് ഡിപ്പെൻസ്. അതുപോലെ ഇപ്പം എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ടു ഡു ലിസ്റ്റൊക്കെ എഴുതൂലേ, അപ്പോൾ ടു ഡു ലിസ്റ്റിൽ കുറച്ച് സിമ്പിൾ കാര്യമായാലും എഴുതി വെച്ചിട്ട് അതന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, എഡിറ്റിംഗ് ആപ്സ് ഓർ എഡിറ്റിംഗ് ആപ്സും പിന്നെ ഹൗ യു ടേക്ക് വീഡിയോസ്, മെറ്റീരിയൽസ്. എഡിറ്റിംഗ് ആപ്പ് ക്യാപ്കട്ടാണ് ഞാൻ മെയിൻലി യൂസ് ചെയ്യാറ്. ഇൻസ്റ്റഗ്രാമിലേക്ക് ഇപ്പോൾ എഡിറ്റ്സ് എന്നുള്ളൊരു ആപ്പ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇൻഷോട്ട് ആയാലും യൂസ് ചെയ്യാറുണ്ട്. VN ഇപ്പം അത്ര യൂസ് ചെയ്യില്ല. ഇൻഷോട്ടും ക്യാപ്കട്ടും എഡിറ്റ്സ് ഇത്രയാണ് യൂസ് ചെയ്യാറ്. പിന്നെന്താ, മെറ്റീരിയൽസ് ഐഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ട്രൈപോഡ് ഉണ്ട്. ട്രൈപോഡ് ആക്ച്വലി ഈ ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന സംഭവം എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണിട്ട് പൊട്ടിപ്പോയി. എന്നിട്ട് ഞാൻ സെലോ ടാപ്പൊക്കെ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. മൈക്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ സിറ്റ് ആൻഡ് ടോക്ക് കൈൻഡ് ഓഫ് വീഡിയോസിൽ മാത്രമേ മൈക്ക് യൂസ് ചെയ്യാറുള്ളൂ. ഇല്ലെങ്കിൽ ഐഫോണിൽ ഇൻബിൽഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ കിട്ടാറുണ്ട്. സോ ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ മാത്രമേ ഞാൻ മൈക്ക് യൂസ് ചെയ്യാറുള്ളൂ. ഇല്ലെങ്കിൽ മൈക്കിൻ്റെ ആവശ്യമില്ല. ഇത്രയും മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കോണ്ടന്റ് ചെയ്യാം. ഈ ഐഫോൺ വേണമെന്നില്ല. ഐഫോണൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് വീഡിയോ എടുക്കുന്നവരും ഉണ്ട്. ട്രൈപോഡ് എൻ്റെ കയ്യിൽ ഇതിൻ്റെ മുന്നേ ഒരു മീഷോന്ന് വാങ്ങിച്ച ഒരു ചെറിയ പൈസക്ക് മീഷോന്ന് വാങ്ങിച്ചൊരു ട്രൈപോഡായിരുന്നു. അത് ഞാൻ ഏതോ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പൊട്ടിപ്പോയപ്പോഴാണ് ഇത് വാങ്ങിച്ചത്. നിങ്ങൾക്ക് എന്താണോ കയ്യിലുള്ളത് അത് വെച്ചിട്ട് കോണ്ടന്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡു യു ഫീൽ അലോൺ വിതൗട്ട് സിബ്ലിങ്സ്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞു. തിങ്സ് ദാറ്റ് യു ആർ സോ പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. തിങ്സ് ദാറ്റ് യു ആർ സോ പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. എനിക്ക് ഐ ആം സോ പ്രൗഡ് അബൌട്ട് ഞാൻ ഈ ഒരു ഫാമിലിയിൽ ജനിച്ചതിൽ ഞാൻ പ്രൗഡാണ്. എനിക്കൊരു നല്ലൊരു ഫ്രണ്ട് ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ആയതുകൊണ്ട് ഐ ഫീൽ സോ പ്രൗഡ്. ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഞാൻ പ്രൗഡാണ്. എനിക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ പ്രൗഡാണ്. എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ ഞാൻ പ്രൗഡാണ്. എൻ്റെ ഇൻസെക്യൂരിറ്റീസ് മാറ്റി വെച്ചിട്ട് ഞാൻ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഐ എം സോ പ്രൗഡ് അബൌട്ട് ദാറ്റ്. പിന്നെന്താ, കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഇരുന്ന് ചിന്തിച്ചാൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാവാം. പക്ഷെങ്കിൽ നമുക്ക് അത്രയും ഒരു പ്രൗഡ് ഫീൽ വരാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ. സോ ഇപ്പം ഞാൻ ഇത്രയൊക്കെയേ പറയുന്നുള്ളൂ. ഐ എം സോ പ്രൗഡ് അബൌട്ട് മൈ സെൽഫ്. I started to earn. What did you feel when you got success in YouTube? പറഞ്ഞ പോലെ I felt so proud. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ഗ്രോത്ത് ആണ് സംഭവിച്ചത്. സോ ഒബ്വിയസ്ലി നമ്മൾ നല്ല ഹാപ്പി ആവും, നല്ല പ്രൗഡാവും. ആൻഡ് അതൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെന്താ, സക്സസ് ആയതുകൊണ്ട് എനിക്ക് വീണ്ടും വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടി. കുറേ പേര് മെസ്സേജൊക്കെ അയക്കുമ്പോൾ ഞാൻ റിപ്ലൈ ഒക്കെ കൊടുത്തു. അങ്ങനെയൊക്കെ. അത് മാത്രമല്ല,
മെയിൻ ഇപ്പോൾ എന്നെ അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അതും എനിക്ക് കുറച്ച് സന്തോഷമാണ്. ചിലരൊന്നും എന്നോട് വന്ന് സംസാരിക്കില്ല, ബട്ട് ഐ നോ. ഞാൻ ബസ്സിലൊക്കെ കയറുമ്പോൾ എന്നിങ്ങനെ നോക്കിയിട്ട് ലൈക്ക് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഒരു ഐ ടോക്ക് നടത്തൂലേ, അതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ പിന്നെ എന്താ പറയുക, ലൈക്ക് അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഐ വിൽ ബി സോ ഹാപ്പി. ബട്ട് ഇഫ് ദേ ആർ നോട്ട് കംഫർട്ടബിൾ, കുഴപ്പമൊന്നുമില്ല. പിന്നെ സംസാരിക്കുന്നവരുണ്ട്. ബസ്സിലൊക്കെ വെച്ചിട്ട് ഞാൻ അധികം കാണും. ഞാൻ ബസ്സിലാണ് ക്ലാസ് പോവുക, പിന്നെ വരികയൊക്കെ ചെയ്യാം. കോമഡി എന്താണെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ നല്ലോണം ഒരുങ്ങി പോകുമ്പം ആരും കാണൂല. വൈകുന്നേരം ഒരു 9 to 5 ക്ലാസ്സിലൊക്കെ ഇരുന്ന് ഞാൻ ലിപ്സ്റ്റിക്കൊന്നും അങ്ങനെ റീഅപ്ലൈ ഒന്നും ചെയ്യൂല. ഞാൻ ലിപ്സ്റ്റിക്കൊന്നും ക്ലാസ്സിലേക്ക് എടുക്കാറില്ല. അപ്പോൾ വൈകുന്നേരം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ബസ്സിലൊക്കെ കയറി വരുമ്പോഴാണ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുക. നമ്മൾ രാവിലെ ഒരുങ്ങി പോകുമ്പോൾ ആരും കാണൂല, പക്ഷെ വൈകുന്നേരം ക്ഷീണിച്ച് നല്ല കോലത്തിലുള്ളപ്പോഴാണ് ഇവരൊക്കെ കാണും. അപ്പം ഞാൻ വിചാരിക്കും, അയ്യോ എന്നെ ഈ കോലത്തിൽ തന്നെ ഇവരെ കണ്ടല്ലോ, അങ്ങനെ ഒരു ഇത് വരും. ഐ ലവ് ഹൗ പീപ്പിൾ സ്റ്റാർട്ടഡ് ടു റെക്കഗ്നൈസ് മീ. അഡ്വൈസ് ടു സേ ടു എ ബിഗിനർ ഇൻ യൂട്യൂബ്. അത് ഞാൻ പറഞ്ഞല്ലോ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളെ സ്റ്റൈലിൽ വീഡിയോസ് ഇട്ട് പോവുക. ഇൻസ്പയർഡ് ആവാം, പക്ഷെ കോപ്പി ആവരുത്. ബീങ് ഇൻസ്പയർഡ് ആൻഡ് കോപ്പി അടിക്കുന്നതിൽ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. സോ ഹൗ ടു ബി ഹാപ്പി ലൈക്ക് യു. ഹൗ ടു ബി ഹാപ്പി ലൈക്ക് മീ. ഞാൻ എപ്പോഴും ഹാപ്പിയാണോ? ലൈക്ക് എനിക്ക് സാഡ്നെസ് ഒന്നും ഉണ്ടാവാറില്ലേ? ബിക്കോസ് ഞാൻ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. ലൈക്ക് ഞാൻ എൻ്റെ ലൈഫിൽ നടക്കുന്ന ഹാപ്പി തിങ്സ്, എനിക്ക് വീണ്ടും വീണ്ടും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന സംഭവങ്ങൾ, അതൊക്കെയാണ് എൻ്റെ വ്ളോഗിൽ കൂടെ കാണിക്കാറുള്ളൂ. ബട്ട് ദർ ആർ പീപ്പിൾ ഹൂ ഷോ ഇഫ് ദേ ആർ സാഡ്, ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. നോട്ട് ജഡ്ജിങ് ദം, ബട്ട് അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും യാ ഹാപ്പിയും ഉണ്ട് സാഡും ആണെന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ സാഡ്നെസ് അങ്ങനെ കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. എൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിവിടെ സോൾവ് ആക്കും. പക്ഷെ അതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പറയാത്തതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഹെർ ലൈഫ് ഈസ് അടിപൊളി, ഭയങ്കര ഹാപ്പിയാണ്, സാഡ്നെസ് ഒന്നുമില്ല, ദ ഹോൾ ടൈം ഷീ ഈസ് ഹാപ്പി എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ലൈക്ക് എല്ലാവരുടെ ലൈഫിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാഡ്നെസ് ഉണ്ടാവും, ഹാപ്പിനെസ്സും ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്താണോ കാണിക്കുന്നത് അതാണ് ഇങ്ങനെ കാണുന്നത്. ഫസ്റ്റ് റീച്ച് ആയ വ്ളോഗ് എൻ്റെ 3rd വ്ളോഗാണ്. അതാണ് കുറച്ച് റീച്ച് ആയത്. ഇതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഐപാഡിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഞാൻ വായിക്കാം. മോസ്റ്റ് ഫേവറേറ്റ് ക്ലാസ് പഠിച്ചതിൽ വെച്ചിട്ട് എനിക്ക് കോളേജാണ് ഇഷ്ടമായത്. ലൈക്ക് കോളേജ് ലൈഫ് അത്ര അടിപൊളിയല്ല, പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് അടിപൊളിയായതുകൊണ്ട് എനിക്ക് കോളേജാണ് ഇഷ്ടം. പിന്നെ യൂട്യൂബ് ഫ്രണ്ട്സ് ആരുമായി മീറ്റ് ചെയ്തു. യൂട്യൂബ് ഫ്രണ്ട്സ് ആരൊക്കെയാന്ന് പറയുമ്പം ആര്യ എൻ്റെ നല്ല ഫ്രണ്ടാണ്, പക്ഷെ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ നെഹ്ലേനെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. ആളും ഞാനും കുറച്ച് കമ്പനിയാണ്, ഞങ്ങൾ സംസാരിക്കാറൊക്കെ ഉണ്ട്. പിന്നെ കവീസ് ജേണൽ എന്ന് പറഞ്ഞിട്ട് ഒരു ജേണലൊക്കെ ചെയ്യുന്ന ഒരു പേജുണ്ട്, ആളുമായിട്ട് ഞാൻ നല്ല കമ്പനിയാണ്. വേറെ ആരും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. വാട്ട്സ് യുവർ കംഫർട്ട് ഫുഡ് ഞാൻ പറഞ്ഞു, ബിരിയാണി. വെൻ ഡിഡ് യു സ്റ്റാർട്ട് യുവർ യൂട്യൂബ് ചാനൽ? ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് 30th September 2024. 30th അല്ല, 25th September. കാരണം 20th എൻ്റെ ബർത്ത്ഡേ ആണ്. അത് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സോ 25th. ചാനൽ തുടങ്ങിയ ഡേറ്റ് ഞാൻ പറഞ്ഞു. ജേണൽ മനസ്സിൽ കിട്ടിയ ഐഡിയക്ക് ചെയ്യുന്നതാണോ? ജേണൽ ആക്ച്വലി അങ്ങനെ മനസ്സിൽ കിട്ടി. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, ഞാൻ ഇൻസ്പോന് വേണ്ടിയിട്ട് പിൻട്രസ്റ്റ് കുറേ സ്ക്രോൾ ചെയ്യും. ഒരു മണിക്കൂറൊക്കെ സ്ക്രോൾ ചെയ്തിട്ട് ലാസ്റ്റ് എനിക്ക് തോന്നിയ പോലെ ചെയ്യാറാണ് പതിവ്. ലൈക്ക് ഇൻസ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ ചില സംഭവങ്ങളൊക്കെ ഞാൻ എടുക്കും, പക്ഷേ ദ ഹോൾ വൈബ് അങ്ങനെ ആക്കാറില്ല. നമ്മുടെ ഓൺ ക്രിയേഷനിൽ ചെയ്യാറില്ല. ലൈക്ക് ക്രിയേഷനിൽ ആയിപ്പോകുന്നതാണ്. ക്രാഫ്റ്റിനോടൊക്കെ ഇഷ്ടപ്പെടാനുള്ള റീസൺ അങ്ങനെ പ്രത്യേകിച്ച് റീസണൊക്കെ വേണോ? നമുക്കങ്ങനെ അങ്ങ് ഇഷ്ടം വരുന്നതല്ലേ. ഞാൻ ചെറുപ്പം മുതലേ ഞാൻ പറയാറുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ലേ, അപ്പം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ചില സംഗതികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചിത്രം വരയ്ക്കാം. ഞാൻ ചിത്രമൊക്കെ വരയ്ക്കും, അങ്ങനെ അടിപൊളിയായിട്ട് വരയ്ക്കാന്നല്ല, ചിത്രമൊക്കെ വരയ്ക്കും. പിന്നെ ഞാൻ നന്നായിട്ട് TV കാണുന്ന ആളാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം മാഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഞാൻ ഇരുന്ന് കാണും, അതുപോലെയൊക്കെ ചെയ്തു വെക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ആ പോഗോ ചാനലിൽ ഞാൻ ആ ഒരു പ്രോഗ്രാമാണ് ഞാൻ ഇപ്പം ആലോചിക്കുമ്പം
ഈ ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുന്ന സമയത്ത് ഞാൻ വെച്ചു അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടം വരാനെന്തെങ്കിലും റീസൺ വേണോ? ബട്ട് ദ റീസൺ ഈസ് ആ ഒരു ചാനലിൽ ആ ഒരു പ്രോഗ്രാം ഞാനൊക്കെ ചെയ്തു നോക്കുമായിരുന്നു. പിന്നെ കൊച്ചു ടി വി വന്ന സമയത്ത് അതിലും ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അപ്പം ഞാനൊക്കെ ചെയ്തു നോക്കുമായിരുന്നു. പിന്നെ എനിക്ക് പാവക്കുട്ടികളൊക്കെ ഉണ്ടാവും, പാവക്കുട്ടികൾ എന്ന് പറയുന്നത് ഡോൾസ്. അപ്പോൾ ഈ ഡോളിനൊക്കെ ഞാൻ ലൈക്ക് നമ്മൾ ചെറിയ തുണിയൊക്കെ മുറിച്ചിട്ട് ഞാൻ തുന്നി ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്ത് പറഞ്ഞാലും ചൈൽഡ്ഹുഡുമായിട്ട് കണക്ട് ചെയ്യുന്ന. പിന്നെന്താ ഡ്രീം പ്ലേസ് ഓർ കൺട്രി? ഞാൻ പറഞ്ഞു ഗ്രീസ് പോകണം. ഫേവറേറ്റ് കളറും പറഞ്ഞു. ചേച്ചിയുടെ ഫസ്റ്റ് ഡേ ഓഫ് കോളേജ്. എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് കോളേജ് ഞാൻ പറഞ്ഞ പോലെ അത്ര സ്ട്രെസ്ഫുൾ അല്ലായിരുന്നു. ബിക്കോസ് എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ എൻ്റെ ക്ലാസ്സിലുണ്ട് എന്ന് എനിക്ക് അറിയുന്നതുകൊണ്ട് സ്ട്രെസ്സല്ല. പിന്നെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ അടുത്തുള്ള കോളേജ് ആയതുകൊണ്ട് ഈ ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറിയിൽ കൂടെ പഠിച്ച എല്ലാവരും ഇവിടെ ഉണ്ട്. സോ അങ്ങനെ സ്ട്രെസ്ഫുൾ ആവേണ്ട ആവശ്യമില്ല. പിന്നെ അത്ര വലിയ കോളേജൊന്നും അല്ല, ഇവിടെ അടുത്തുള്ള ഒരു കോളേജാണ്. അതുകൊണ്ട് അങ്ങനെ ഫസ്റ്റ് ഡേ ഓഫ് കോളേജ് എന്ന് പറയാൻ അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. സോ അതാണ് എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് കോളേജ്. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ഡേ ഓഫ് കോളേജ് അത്ര തന്നെ. അവിടെ പോവാ, കൊറോണ ആണ് കേട്ടോ. ഞങ്ങൾ കോളേജ് പോകുന്ന സമയത്ത് കൊറോണ, കോളേജ് പോയി അത്രയൊക്കെ തന്നെ. അന്ന് ഉച്ചയ്ക്ക് വിട്ടു, ഞങ്ങൾ വെറുതെ ഫോട്ടോ ഒക്കെ എടുത്തു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അടുത്തത്, ഇഫ് യു കുഡ് ടൈം ട്രാവൽ വുഡ് യു ഗോ ടു പാസ്റ്റ് ഓർ പ്രസന്റ് ആൻഡ് വൈ? മേ ബി ഞാൻ പാസ്റ്റ് ഓർ പ്രസന്റോ? പാസ്റ്റ് ഓർ ഫ്യൂച്ചർ ആയിരിക്കും ഉദ്ദേശിച്ചത്, പ്രസന്റ് എന്നാണല്ലോ. ഓക്കെ, ഫ്യൂച്ചറിലേക്കായിരിക്കും ഞാൻ ചെന്ന് നോക്കുക. കാരണം പാസ്റ്റിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്താൽ മൊത്തം ചേഞ്ച് ആവുമല്ലോ. ഞാൻ ഫ്യൂച്ചറിൽ ചെന്ന് നോക്കും, ഞാൻ എന്തായി, എവിടെ എത്തി. നമുക്കിതുണ്ടാവില്ല നമ്മൾ എവിടെ എത്തും എന്നൊക്കെ. വാട്ട് ഈസ് ദ വൺ സ്മോൾ തിങ് ദാറ്റ് വിൽ മേക്ക് യുവർ ഡേ? വൺ സ്മോൾ തിങ് ദാറ്റ് വിൽ മേക്ക് മൈ ഡേ ഈസ്, സ്മോൾ തിങ് എന്ന് പറയുമ്പം ഒബ്വിയസ്ലി ഫുഡ്. നല്ല ഫുഡാണെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെന്താ, ഓക്കെ, വൺ സ്മോൾ തിങ് എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം, ഇത് എൻ്റെ റൂമിൽ നല്ല സൺലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഡിസംബർ മാസം അല്ലെങ്കിൽ ജാനുവരി ഫസ്റ്റുള്ള ടൈമിൽ എൻ്റെ റൂമിലേക്ക് വരുന്ന സൺലൈറ്റ്, അത് ലിറ്ററലി എൻ്റെ ഡേ ഭയങ്കര പോസിറ്റീവായിട്ട് ആക്കാറുണ്ട്. സോ എനിക്ക് എൻ്റെ റൂമിലേക്ക് വരുന്ന സൺലൈറ്റ് ഈസ് സംതിങ് ദാറ്റ് വിൽ മേക്ക് മൈ ഹോൾ ഡേ അടിപൊളി. If your life is a movie, what genre would that be? Maybe ഒരു ഫീൽ ഗുഡ് അല്ല, മൊത്തം ഫീൽ ഗുഡ് അല്ല, ബട്ട് ഒരു എന്താ പറയാ, ലൈഫ് എന്ത് ജോൺറ ഇപ്പം പറയാ, നമുക്ക് ഫീൽ ഗുഡ് കൊടുക്കല്ലേ. ഫീൽ ഗുഡ് മാത്രമല്ല, ഐ ഡോണ്ട് നോ, ഫീൽ ഗുഡ് കൊടുക്കാം. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ബിഹൈൻഡ് ദ സീൻസിൽ ഏറ്റവും ഫണ്ണി ആയിട്ട് ഒരു ഇൻസിഡൻറ്റ് എന്താ? ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡൻറ്റ്, ഞാൻ ജേർണൽ സ്പ്രെഡൊക്കെ ചെയ്യുമ്പോൾ വീഡിയോ ഓൺ ചെയ്യാണ്ട് സ്പ്രെഡൊക്കെ ചെയ്യും. ദെൻ വീഡിയോ ഓൺ ആയില്ല എന്ന് അറിയുമ്പം ഞാൻ വീണ്ടും അതൊക്കെ പറിച്ച് കളഞ്ഞിട്ട് വീണ്ടും ചെയ്യും. ഇതാണ് ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡൻറ്റ്. ഫണ്ണി മാത്രമല്ല, നമുക്കിങ്ങനെ വെറുപ്പ് പിടിക്കും, അങ്ങനത്തെ ഇതാണ്. വീഡിയോ കണ്ടിട്ട് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ള ഏറ്റവും ഫണ്ണി കമൻറ്റ് എന്താ? ഫണ്ണി കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സ്ലാങ് ഇങ്ങനെയല്ല. അപ്പം ഞാൻ വീഡിയോസിലൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ചും ഇങ്ങനെയൊക്കെ സംസാരിക്കുക, പക്ഷേ ഇപ്പം ആക്ച്വലി എൻ്റെ സ്ലാങ് ഇങ്ങനെയായി മാറി. ഞാൻ കുറച്ചുകൂടെ ഇങ്ങനെയൊക്കെയാണ് പറയുക. അപ്പോൾ ഇത് എൻ്റെ ഒരു ഇതിൽ ആയി. പക്ഷെ ആ സമയത്ത് നമ്മൾ ഓരോന്ന് പറയുമ്പം എന്താ അങ്ങനെയൊരു ഇത് വരുമല്ലോ, ലൈക്ക് കുറച്ചുകൂടെ ഒരു ആർട്ടിഫിഷ്യലായിട്ടാണ് നമ്മൾ പറയുക. അപ്പം അതിനെപ്പറ്റി എന്തൊക്കെ ഇങ്ങനെ പറയും, ലൈക്ക് കളിയാക്കുകയല്ല, പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പം അതിനെപ്പറ്റി ഇങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്, അല്ലാണ്ട് ഇങ്ങനെ ഫണ്ണി ആയിട്ട് ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. വീഡിയോ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഇപ്പോഴും കമ്പയർ ചെയ്യുമ്പം ഏറ്റവും വലിയ ഡിഫറൻസ് എന്താ? കമ്പയർ ചെയ്യുമ്പം ആ സമയത്ത് എനിക്ക് ഇത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, ബട്ട് നൗ ഐ ഫീൽ സോ കോൺഫിഡൻറ്റ്. പിന്നെ ഒരു സ്വന്തമായിട്ടൊരു ഞാൻ കൊള്ളാം, ഞാൻ നല്ലതാണ്, അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു അഹങ്കാരമല്ല, പക്ഷെ നമുക്ക് നമ്മളോടൊരു ഇതുണ്ടാവില്ലേ, അങ്ങനെ ഒരു ഇതൊക്കെ വന്ന് തുടങ്ങി. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ആൻഡ് ഞാൻ ഇപ്പോഴും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു തോട്ട് എനിക്ക് വന്നപ്പോൾ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതിൽ ഓക്കെ ഗ്രാമറിൽ മിസ്റ്റേക്കൊന്നും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സമയത്ത് ആ തോട്ട് വന്ന സമയത്ത് ഞാൻ പിന്നെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടാവില്ല. എങ്ങനെയായിരിക്കും എൻ്റെ ലൈഫ് ഇപ്പം എനിക്കറിയില്ല. ലൈക്ക് ഐ ഫീൽ ബെറ്റർ റൈറ്റ് നൗ.
എനിക്ക് കോൺഫിഡൻസ് നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ് കമൻസ് ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. മെയിൻലി എനിക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഈ ഒരു ചാനൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേർഡ്സ് സ്പോണ്ടാനിയസ് ആയിട്ട് എനിക്ക് വരുന്നുണ്ട്. അല്ലാണ്ട് പണ്ടൊന്നും എനിക്ക് എന്ത് പറയണമെന്നൊന്നും അറിയില്ല. ഒരു സ്റ്റേജിൽ കയറിയാൽ എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. ബട്ട് റൈറ്റ് നൗ എനിക്ക് എന്ത് പറയണം, എനിക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് വേർഡ്സ് വരുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൊജക്ട് വർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ സ്റ്റേജിലൊക്കെ കയറിയിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ലൈക്ക് ഐ ക്യാൻ സേ, സ്റ്റേജിൽ കയറിയാൽ എനിക്ക് ബബ്ബ ആവില്ല, എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ട് വരും. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അത് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. എനിക്ക് അല്ലാണ്ട് എനിക്കിങ്ങനെ ഇപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സെൻറ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത് എന്ത് പറയും അങ്ങനെ ഇത് വരുമല്ലോ. പക്ഷേ നമുക്കിങ്ങനെ ബൈ ഹാർട്ട് പഠിച്ചില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാൻ എനിക്ക് വരും, വായിലേക്ക് വേർഡ്സ് വരും. അത് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. യൂട്യൂബിൻ്റെ കാരണം നിങ്ങൾക്ക് ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടോ? യെസ്, പുതിയ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അത് പറഞ്ഞല്ലോ, ആര്യയും ഞാനും ഇപ്പം നല്ല ഫ്രണ്ട്സാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആര്യം ഞാനും നല്ല ഫ്രണ്ട്സായി. ഞാൻ ആര്യനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ആര്യ 1 million സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു വലിയൊരു സെലിബ്രിറ്റി കൈൻഡ് ഓഫ് ഫിഗറാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം എൻ്റെ ഫ്രണ്ടാണ്. പക്ഷെ ഞാൻ ഒരു ടൈമിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോൾ ആര്യ ഒരു സെലിബ്രിറ്റി കൈൻഡ് ഓഫ് ആളല്ലേ, അപ്പം ഞാനും ആര്യ ഫ്രണ്ടല്ലേ, അങ്ങനെ ഒരു തോട്ട് വരുമ്പം അങ്ങനെ ആയിപ്പോൾ. ലൈക്ക് ഞങ്ങളിപ്പോൾ ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോൾ ആര്യ ഒരു സെലിബ്രിറ്റി എന്നൊക്കെ പറയുമ്പം ഒരിതുണ്ടാവില്ലേ. ഇങ്ങനെയപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരണമെന്നും അറിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വീഡിയോ ഷൂട്ട് കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? യെസ്, തോന്നിയിട്ടുണ്ട്. ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ ഞാൻ റൂം ക്ലീനിങ് വ്ലോഗ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഇന്ന് രാവിലെ ഡിലീറ്റ് ചെയ്തു. കാരണം അതെനിക്കൊരു രസം ഉണ്ടായിട്ട് തോന്നിയില്ല. അപ്പം തോന്നിയിട്ടുമുണ്ട്, ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട്. കുറേ വീഡിയോസ് ഞാൻ അങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഗൈസ് കാക്ക കരയുന്നു ഒരിത് തോന്നായിട്ട് ഞാൻ കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ചാനൽ ഉണ്ടാക്കിയതിന് ശേഷം ലൈഫിൽ ഏറ്റവും നല്ല ചേഞ്ച് എന്താണ്? ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തു. ലൈക്ക് പീപ്പിൾ സ്റ്റാർട്ട് ടു റെക്കഗ്നൈസ് മീ. ഫെയിം കിട്ടി. ഫെയിം ഇൻ ദ സെൻസ് അത്രയും ഫെയിം ഒന്നും അല്ലെങ്കിലും ലൈക്ക് പീപ്പിൾ സ്റ്റാർട്ട് ടു റെക്കഗ്നൈസ് മീ. ഇറ്റ്സ് എന്താ പറയുക, വലിയ കാര്യം, എനിക്ക് വലിയ കാര്യമാണ്. ഫാമിലി മെമ്പേഴ്സിന് നിങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ടോ? നോ, ഫാമിലി മെമ്പേഴ്സ് ഞാൻ എൻ്റെ വീഡിയോ ഇതുവരെ ഷെയർ ചെയ്തു കൊടുത്തിട്ടില്ല. നോ. സബ്സ്ക്രൈബേഴ്സ് ഒരു സദ്യ ഉണ്ടാക്കിയാൽ നിങ്ങളുടെ ഫേവറേറ്റ് ഡിഷ് എന്തായിരിക്കും? ആഡ് ചെയ്യുക. അതെന്താ ക്വസ്റ്റ്യൻ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ലൈക്ക് സബ്സ്ക്രൈബേഴ്സ് ഒരു സദ്യ ഉണ്ടാക്കിയാൽ അതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഡിഷ് എന്തായിരിക്കും? സദ്യയിലെ ഫേവറേറ്റ് ഡിഷ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇതെന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ? സദ്യയിൽ നമ്മൾ ഇങ്ങോട്ട് മലബാർ ഏരിയയിൽ സദ്യൻ്റെ കൂടെ ഒരു നോൺ വെജ് എന്തെങ്കിലും ഉണ്ടാവും. നമ്മൾ സദ്യൻ്റെ കൂടെ ഒന്നിക്കൽ മീൻ പൊരിച്ചതുണ്ടാവും, അല്ലെങ്കിൽ ചിക്കൻ കറി ഉണ്ടാവും. അപ്പോൾ ഈ സദ്യൻ്റെ കൂടെ അത് കൂട്ടി കഴിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് സദ്യയിലെ എല്ലാ സംഭവങ്ങളും ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ എനിക്ക് പാലട പായസം എനിക്ക് ഭയങ്കര ഇഷ്ടം. സദ്യയിലെ എല്ലാ വിഭവവും ഇഷ്ടം. അത്രയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ബാക്കിയൊക്കെ കോമൺ ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം എല്ലാത്തിനും ഞാൻ ആൻസർ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. എത്ര കാലമായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ ആയിരുന്നു. എനിക്കത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ 5:45 ഞാൻ ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചിട്ടില്ല. കേക്കാണ്, ഒരു പീസ് കേക്കാണ് ഞാൻ കഴിച്ചത്. ഇത് കഴിഞ്ഞ പാട് എനിക്ക് പോയിട്ട് ചോറ് കഴിക്കണം. അപ്പം ഞാൻ കുറേ ക്വസ്റ്റ്യൻസൊക്കെ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ലൈറ്റൊക്കെ പോയിട്ട് മൊത്തം കാണാനൊന്നൊരു മെനയില്ലല്ലോ. കുഴപ്പമില്ല, നമ്മൾ വീഡിയോ കംപ്ലീറ്റ് ചെയ്തു. നേരത്തെ ചോദിച്ചില്ലേ എന്താണ് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഡേക്ക് എന്താ വേണ്ടത്? ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തു. സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ അത് നാളെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. നാളെ വൈകുന്നേരമാണ് ഞാൻ ട്രിപ്പ് പോകുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ചിലപ്പം ട്രിപ്പ് പോവുമായിരിക്കും. ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് ട്രിപ്പിന് പോവുകയാണ്. I feel so happy and grateful. ഞാൻ നേരത്തെ പറഞ്ഞോന്ന് എനിക്കറിയില്ല. താങ്ക് യു സോ മച്ച് ഫോർ 30K plus സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ഐ വിഷ് നമുക്ക് ഈ ഒരു വർഷം തന്നെ 100K സബ്സ്ക്രൈബേഴ്സ് ആക്കണമെന്ന്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഐ നോ ഞാൻ കൺസിസ്റ്റൻ്റ് അല്ല, പക്ഷേ
ഞാൻ കൺസിസ്റ്റൻ്റ് ആവാം. ഞാൻ വീഡിയോസൊന്നും ഇട്ടില്ലെങ്കിൽ പ്ലീസ് ഡു അണ്ടർസ്റ്റാൻഡ്. എനിക്ക് എന്തെങ്കിലും ക്ലാസ്സിലെ വർക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടായിരിക്കാം. സോ പ്ലീസ് ഡു അണ്ടർസ്റ്റാൻഡ്. യാ, താങ്ക് യു ഗൈസ്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. ലൈക്ക് നിങ്ങളുടെ ഒരു മോട്ടിവേഷൻ, നിങ്ങളുടെ ഒരു കമൻസ് ഒക്കെ കണ്ടിട്ടാണ് എനിക്ക് ഇത്രയും കോൺഫിഡൻസ് വന്നത്. എനിക്ക് ഇത്രയും കോൺഫിഡൻസ് ബിൽഡ് ആവാൻ കാരണം നിങ്ങളാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ദർ ആർ പീപ്പിൾ ഹൂ, ഞാനും ആരെയും എപ്പോഴും പറയും, ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ചിലർ വിചാരിക്കും, ഓ ദേ ആർ സോ ലക്കി. ലക്കി എന്നുള്ള ടേമിനെ പറ്റി ഞങ്ങൾ എപ്പോഴും പറയും, ലൈക്ക് ലക്ക്. അങ്ങനെ ലക്കല്ല, വി ഹാവ് ടു വർക്ക് മാത്രമല്ല, നമുക്ക് ഒരു പാഷനും ഹാർഡ് വർക്കും കൺസിസ്റ്റൻസിയും ഒക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തുള്ള ആൾക്ക് കാണുമ്പം ലക്കായിട്ട് ഫീൽ ചെയ്യും. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ലക്ക്. ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്കും അറിയില്ല, എനിക്ക് സ്പോണ്ടേനിയസ്ലി വന്നെന്തോ ആണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ. ആൻഡ് കുറേ പേർക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. ലൈക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ വീഡിയോ ഓഫ് ചെയ്തിട്ട് അപ്പം തന്നെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കുറേ ടെക്കീസൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഈ എന്താ ടെക്കീസ് തന്നെയാണോ പറയാമെന്ന് എനിക്കറിയില്ല. ഇതിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന ടീംസ് ഉണ്ടാവും. യൂട്യൂബ് ചാനൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്ന്, ബിഗിനർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മലയാളീസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഒന്നും ഇങ്ങനെ ഡൗട്ട് ചോദിച്ച് ഒരാളുടെ ഇൻബോക്സിൽ പോവാറില്ല. ആ ഒരു കാര്യം ഞാൻ എപ്പോഴും നോട്ടീസ് ചെയ്യും. ഞാൻ തന്നെ കുറേ ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ കണ്ടുപിടിക്കാൻ നോക്കും. എനിക്ക് തന്നെ പറ്റുന്ന രീതിക്ക് കണ്ടുപിടിക്കാൻ നോക്കും. ഒന്നില്ലെങ്കിൽ യൂട്യൂബ് ഉണ്ട്, ChatGPT ഉണ്ട്, ഇതിലൊക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ നോക്കും. പക്ഷെ എന്താണെന്നറിയില്ല, കുറേ പേര് എന്നോട് ഇങ്ങനെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ചോദിച്ചിട്ട് ടെക്സ്റ്റ് ചെയ്യും. അപ്പോൾ എനിക്കെന്തോ ലൈക്ക് ഈസിലി നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഞാനാണെങ്കിലും അവർക്ക് റിപ്ലൈ കൊടുത്തിട്ട് ഈ യൂട്യൂബ് ചാനൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള എന്തെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാറാണ് പതിവ്. നിങ്ങൾക്ക് ഇത് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിലും യു ഹാവ് ടു വർക്ക്. നിങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ലൈക്ക് എന്താ പറയുക, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് എന്നൊക്കെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ആഗ്രഹം കുറേ പേർക്ക് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ലൈക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കോണ്ടന്റ് ഒക്കെ പ്ലാൻ ചെയ്യാം. ഇതെങ്ങനെയാ ഇപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുക? ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച്. ഇത് എത്ര മിനിറ്റുള്ള വീഡിയോ ആവുമെന്ന് എനിക്കറിയില്ല. ഇത് തന്നെ അറൗണ്ട് 17 മിനിറ്റ്സ് ഉണ്ട്. ഒക്കെ കൂടെ അതൊരു ലോങ് വീഡിയോ ആയിരിക്കും. ഐ ഡോണ്ട് നോ നിങ്ങൾ ഇത്രയും കണ്ടെത്തുന്ന, ചിലപ്പം കാണുമായിരിക്കും. അത്രയും ലോയൽ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങൾ കാണും. ഞാൻ അങ്ങനെ നല്ലൊരു കമ്മ്യൂണിറ്റി അത്ര നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാവും. ബിക്കോസ് അങ്ങനെ നല്ലൊരു കമ്മ്യൂണിറ്റീനെയാണ് ഞാൻ ബിൽഡ് ചെയ്തതെന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സന്തോഷം വരും. സോ യാ, നിങ്ങൾ ഇത്രയും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ഓൾസോ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഇവിടം വരെ എത്തിച്ചതിൽ താങ്ക് യു. ഓൾസോ ഞാൻ ഗിവ് അവേനെ പറ്റി പറയാം. ഗിവ് അവേ എനിക്ക് ഈ ഒരു കേക്ക് കട്ട് ചെയ്യണം, Q&A ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം, പിന്നെ ഗിവ് അവേൻ്റെ ഗിഫ്റ്റ് കാണിച്ചു തരണം. ഇതൊക്കെയായിരുന്നു എൻ്റെ ഈ ഒരു ഹോൾ വീഡിയോൻ്റെ പ്ലാൻ. പക്ഷേ ഗിവ് അവേൻ്റെ ഗിഫ്റ്റ് ഒന്നും എനിക്ക് സെലക്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ, കുറേ തിരക്കുണ്ടായിരുന്നു. ഈ ജാനുവരിയിൽ ഞങ്ങൾക്ക് ഷോർട്ട് ഫിലിം എടുക്കാനായിരുന്നു ഉണ്ടായിരുന്നത്, ക്ലാസ്സിലെ വർക്ക്. അപ്പം അതെടുക്കുന്നതിൽ കുറേ ടൈം, അങ്ങനെ നല്ല കുറേ ആ ഒരു സമയത്ത് കുറേ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വേറെ ഒന്നിനൊരു സമയം കിട്ടാത്ത പോലെയായിരുന്നു. പിന്നെ എക്സാം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫംഗ്ഷൻ്റെ കാര്യത്തിന്, ഷോപ്പിംഗ്, അങ്ങനെയൊക്കെ ഏറ്റവും ബിസി ആയിപ്പോയി. അപ്പോൾ എനിക്ക് ഒന്നിനും സമയം കിട്ടിയില്ല. സോ ഞാൻ ഗിവ് അവേൻ്റെ ഗിഫ്റ്റൊക്കെ ഒന്നൊരു റെഡി ആയിട്ട് ഞാൻ വേഗം ഗിവ് അവേനെ പറ്റിയൊക്കെ പറയാം. സോ യാ, എങ്ങനെയാ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാം. പിന്നെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചതിൽ താങ്ക് യു. കുറച്ച് വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നെ പറ്റി കുറച്ചെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ലൈക്ക് എൻ്റെ സ്വഭാവത്തിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഇത് വെച്ച് എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റിയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, എനിക്ക് വിശക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ എനിക്ക് എന്താ പറയുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, ഫൈൻ. അപ്പം താങ്ക് യു സോ മച്ച്. ഞാൻ എത്ര പ്രാവശ്യമില്ല താങ്ക് യു പറഞ്ഞു. എനിവേ, താങ്ക് യു സോ മച്ച്. ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ്. ഹോപ്പ് യു ആർ ലൈക്ക് ദിസ് വീഡിയോ. ആൻഡ് താങ്ക് യു. ഡു സബ്സ്ക്രൈബ്, ഡു കമൻറ്റ്, ഡു ലൈക്ക്, ഡു എവറിത്തിങ്. യാ, എനിക്കാവില്ല. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതാണ് ഞാൻ സാധാരണ പറയാറ് ഒരു വീഡിയോ എൻഡ് ചെയ്യുമ്പം. അയ്യോ, കുറേ കാലമായി വീഡിയോ എടുത്തിട്ട്, അതുകൊണ്ട് ഇത് മറന്നുപോയി.
താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.